നമ്മുടെ നാട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന ഗോൾഡ് കേരള വിഷൻ ചാനലിൻ്റെ നാട്ടുപൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മഞ്ചേരി നഗരസഭയുടെ തിരഞ്ഞെടുപ്പ് ആണ് ചർച്ച ചെയ്യുന്നത്. ഈ നഗരസഭയുടെ ഭരണം ആരെ ഏൽപ്പിക്കണമെന്ന് ജനം തീരുമാനിക്കാൻ പോവുകയാണ്. നമുക്ക് നേരിട്ട് മഞ്ചേരിയിലെ ജനമനസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് UDFൻ്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്നത് ശ്രീ കണ്ണിയൻ അബൂബക്കറാണ്. അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് CPMൻ്റെ മഞ്ചേരി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫിറോസ് ബാബുവാണ്. സ്വാഗതം. മറ്റൊന്ന് അഡ്വക്കേറ്റ് KP ബാബുരാജ് BJPയുടെ മേഖലാ ട്രഷററാണ്. മൂന്ന് പേരെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾക്ക് നേരിട്ട് ഇവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഈ നഗരസഭയിൽ കൂടുതൽ സമയം ഭരിച്ചിട്ടുള്ളത് UDF ആണ്. മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും UDFനാണ് കൂടുതൽ കാരണം ഭരണം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഇവിടുത്തെ നാട്ടുകാരുടെ മുമ്പിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വയ്ക്കാനുള്ളത്? അല്ല, മഞ്ചേരി നഗരസഭയിൽ 81 മുതൽ ഇന്ന് വരെയുള്ള കാലത്ത് നിങ്ങൾ പറഞ്ഞ പോലെ കൂടുതൽ കാലം ഭരിച്ചത് UDF ആണ്. അതുകൊണ്ട് തന്നെ നിലവിൽ നഗരസഭ കാണുന്ന എല്ലാവിധ വികസന പ്രവർത്തനങ്ങളുടെയും സിംഹഭാഗവും ഇടക്കാലത്ത് ഒരു 8 കൊല്ലമാണ് ഒരു പ്രതിപക്ഷ ഭരണമുണ്ടായി, LDF ഭരണമുണ്ടായിട്ടുണ്ട്. ബാക്കി ഇന്ന് മഞ്ചേരി കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്ന UDF ആണ്. അപ്പോൾ അതിൽ പാശ്ചാത്തല വികസന രംഗത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റോഡുകൾ, ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള നഗരസഭ എന്നുള്ളത് കൊണ്ട് തന്നെ പാശ്ചാത്തല രംഗത്ത് നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും പുതിയ റോഡുകൾ ഉണ്ടാക്കുകയോ ഉള്ള റോഡുകൾ ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ അത് കാലോചിതമായി കാലാകാലം മെയിൻ്റനൻസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നഗരസഭയിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകൾക്കും ഒരു സ്കൂളിനൊഴികെ സ്വന്തം കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അരികയാട് സ്കൂളിന് മാത്രമാണ് സ്വന്തമായി കെട്ടിടം, ബാക്കിയൊക്കെ സ്വന്തം കെട്ടിടത്തിലാണ്. അതുപോലെ തന്നെ 93 അംഗനവാടികളുണ്ട് മഞ്ചേരി നഗരസഭയിൽ. അതിൽ പറഞ്ഞ പല കാലങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ സിംഹഭാഗവും അതിന് സ്വന്തം കെട്ടിടം ഉണ്ടാക്കിയ സ്ഥലം വാങ്ങിയത് UDFൻ്റെ ഭരണകാലത്താണ്. അങ്ങനെ അതുപോലെ തന്നെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ഇത് പാശ്ചാത്തല രംഗത്താണെങ്കിൽ വീട് കഴിഞ്ഞ കാലങ്ങളിൽ 10,000-ഓളം ആളുകൾക്ക് വിവിധ പദ്ധതികളിൽ വീട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ ഒരു തനത് പദ്ധതിയുണ്ട്. 600 പേർക്ക് വീട് കൊടുത്ത ശിഹാബ്ദങ്ങൾ ഭവന പദ്ധതി 2015 അന്നത്തെ UDF ഭരണസമിതി കൊടുത്തു. അതടക്കം 10,000-ഓളം ആളുകൾക്ക് വിവിധ കാലങ്ങളിലായി ഇപ്പോൾ കഴിഞ്ഞ 5 ടേമിൽ 2,300 പരം ആളുകൾക്ക് വീട് കൊടുത്തു. ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുള്ള നഗരസഭ മഞ്ചേരി നഗരസഭ. ഇതൊക്കെ നമുക്ക് സൈറ്റിലടിച്ചാൽ കഴിയും. ഇതുപോലെയുള്ള ഓരോ സംഗതികളും വ്യക്തിപരമായ ആനുകൂല്യങ്ങളും പാശ്ചാത്തല വികസനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെറുപ്പക്കാരുടെയൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരു കാലമാണ്. വ്യായാമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞങ്ങൾ ഈ അവസാനം ഇറങ്ങുന്ന സമയത്താണ് 6 സ്റ്റേഡിയം, മിനി സ്റ്റേഡിയങ്ങൾ 6 സ്റ്റേഡിയം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു സെക്രട്ടറിയുടെ പേരിൽ. ആ സ്റ്റേഡിയം കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ അവകാശങ്ങളാണ് UDFൻ്റെ പ്രതിനിധി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് LDF ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്? അത് കേൾക്കുമ്പോൾ മഞ്ചേരിക്കാരായിട്ട് ആളുകളൊക്കെ ഉള്ളിൽ ചിരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 8 വർഷമേ ഇവിടെ ഇടതുപക്ഷം ഭരണം നടത്തിയിട്ടുള്ളൂ എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും, മഞ്ചേരിക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയത് UDF ആണ് കൊണ്ടുവന്നത് എന്നാണ്. മറ്റൊന്ന് സ്കൂളുകളും മറ്റൊക്കെ UDF കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എന്താ യഥാർത്ഥ വസ്തുത? മഞ്ചേരി നഗരസഭ 7.5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തി. അന്ന് അത് 95 മുതലുള്ള തുടർച്ചയായ 7.5-8 വർഷക്കാലമാണ്. ആ വർഷത്തിൽ ഒരു വർഷം മഞ്ചേരി നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്ലാൻ ഫണ്ടായും മറ്റും കിട്ടിയ ആകെ തുക 1,23,00,000 രൂപയാണ്. എന്നാൽ ഈ 2024-25 വർഷത്തിൽ മാത്രം മലപ്പുറത്തെ ഈ മഞ്ചേരി നഗരസഭയ്ക്ക് കേരള ഗവൺമെൻറ് കൊടുത്തത് 143 കോടി രൂപയാണ്. പ്ലാൻ ഫണ്ടായിട്ടും ഗ്രാൻറ്റുകളായിട്ടും മറ്റ് സംവിധാനങ്ങളായിട്ടും 143 കോടി രൂപ ഒരു വർഷം. അന്ന് കിട്ടിയത് 1,23,00,000 രൂപ. അന്ന് ആ 8 വർഷക്കാലത്താണ് മഞ്ചേരിയിൽ 33 ഏക്കർ ഭൂമി നഗരസഭ അക്വയർ ചെയ്ത് എടുത്തത്, സ്വന്തമാക്കിയത്. അന്നാണ് മഞ്ചേരി നഗരസഭയ്ക്ക് 25 ഏക്കറിലുള്ള ആ സ്റ്റേഡിയം വന്നത്. അന്ന് ആ സ്ഥലം എടുത്തപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ പാർട്ടിക്കാർ ചോദിച്ചത്, കുറുക്കൻ കൂക്കുന്ന ആ കുന്നിൻ്റെ മുകളിലാണോ സ്റ്റേഡിയം കൊണ്ടുവരുന്നത്? ആരാണ് അവിടെ കാണാൻ വരിക? ഇന്ന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ അവസാനത്തെ ഫുട്ബോൾ മത്സരം നടന്നപ്പോൾ 25,000-ഓളം വരുന്ന കാണികളാണ്, ഫുട്ബോൾ പ്രേമികളാണ് ആ സ്റ്റേഡിയത്തിനകത്ത് നിന്നുകൊണ്ട് ആർത്ത് വിളിച്ചത്.
ആ ആർത്തുവിളി കേട്ടപ്പോൾ ഓരോ മഞ്ചേരിക്കാരൻ്റെയും മനസ്സ് കുളിർത്ത് രോമങ്ങൾ എല്ലാം ത്രസിച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. മാത്രമല്ല, ഒരു മിനിറ്റ് കൂടെ, അത് മാത്രമല്ല, ഇന്ന് കാണുന്ന ടൗൺ ഹാൾ, ആ ടൗൺ ഹാൾ വന്നത് LDFൻ്റെ ഭരണ സമയത്താണ്. മഞ്ചേരിയിൽ കാണുന്ന ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി തുടങ്ങിയവ അന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. പയ്യനാട് വന്ന കമ്മ്യൂണിറ്റി ഹാള് അന്ന് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഇവിടുത്തെ ചരിത്രപരമായ വലിയ ചരിത്ര ഏടുള്ള പാരമ്പര്യമുള്ള ഈ മഞ്ചേരിക്കകത്ത് ചരിത്ര പുരുഷന്മാർക്ക്, മാധവൻ നായർക്ക്, ആലി മുസ്ലിയാർക്ക് സ്മാരകം തീർത്തത് അന്നാണ്. നോക്കൂ, ഈ കാണുന്നതെല്ലാം അന്നാണ്. പിന്നെ മറ്റൊന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് സ്കൂളുകളല്ല, അല്ല ഒരു മിനിറ്റ് കൂടെ, അല്ല പറഞ്ഞതിനൊരു മറുപടിയും കൂടി പറഞ്ഞിട്ട് പോകാം നമുക്ക്. സ്കൂളുകൾ കൊണ്ടുവന്നത് ഇവിടെ UDF ഗവൺമെൻറ്റാണ്, UDF മുനിസിപ്പാലിറ്റിയാണ് എന്നാണ്. കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇടങ്ങളിലെല്ലാം സ്കൂളുകൾ വന്നിട്ടുണ്ട്. മഞ്ചേരിയിലെ മുഴുവൻ സ്കൂളുകളിലും 3 കോടി, 1 കോടി, 2 കോടി പണം അനുവദിച്ച് നിർമ്മിച്ചത് ഗവൺമെൻറ്റാണ്. ഓക്കെ. ഇവിടെ മിക്ക നേട്ടങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് LDF ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്താണ് NDAക്ക് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളോട് മുമ്പിൽ വെക്കാനുള്ളത്? രണ്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്, വക്കീലും അതുപോലെ തന്നെ കണ്ണിയനും. പക്ഷേ എനിക്കൊരു തമാശ തോന്നിയ, ഇവരെല്ലാം മൊത്തം ഏറ്റെടുത്തല്ലോ, അതിലൊരു സന്തോഷം. ഞാനും കണ്ണിയനും വക്കീലൊക്കെ മുദ്രാവാക്യം വിളിച്ച് NS കോളേജിൽ പഠിക്കുന്ന കാലത്തുണ്ട്. ഇവിടെ ചിക്കൻ നെക്ക് പോലുള്ള നമ്മുടെ ഈ സെൻട്രൽ ജംഗ്ഷൻ, ഈ സെൻട്രൽ ജംഗ്ഷൻ അന്നുള്ളതാണ്. ഈ 80-ൽ ഞങ്ങൾ കുട്ടികളായെന്ന് കാണുന്നു. പിന്നെ 90 കാലഘട്ടം ഒരു വാഹനത്തിന് കൃത്യമായി കടന്നു പോകാനുള്ളൊരു സൗകര്യം ഒരുക്കാത്ത മുനിസിപ്പാലിറ്റിയാണിത്. അതിൽ 8 വർഷം എൻ്റെ കൂട്ടുകാരൻ വക്കീലിനും അർഹതപ്പെട്ടതാണ്. ബാക്കി മുഴുവൻ നമ്മളെൻ്റെ സുഹൃത്ത് കണ്ണിയൻ്റെ പാർട്ടിക്ക് പിന്നെ അർഹതപ്പെട്ടതാണ്. ഇതിനൊരു പിന്നെ ഓവർ ബ്രിഡ്ജ് വരണം. അത് നമ്മുടെ കച്ചേരിപ്പടിയിൽ നിന്ന് അപ്പുറത്ത് മുതൽ ചരണി വരെ അതിന് ടോക്കൺ 100 രൂപ വെച്ചിരുന്നു 2011 പറഞ്ഞു. എന്ത് നടപടിയാണ് പൂർത്തിയാക്കിയത്? ഇതേ സമയം നിങ്ങൾ തൊട്ട് പാലക്കാട് ഒന്ന് നോക്കൂ. പാലക്കാട് 220 കോടി രൂപ അമൃത് പദ്ധതിയിലും 140 കോടി രൂപ അവിടുത്തെ പഴയ ബസ് സ്റ്റാൻഡും മാർക്കറ്റും പിന്നെ പരിഷ്കരിക്കുന്നതും 20 കോടി ഷോപ്പിംഗ് കോംപ്ലക്സും കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നേരിട്ട് പദ്ധതി കിട്ടി. ഇപ്പം ആ പഴയ മാർക്കറ്റ് ഒന്ന് പോയി നോക്കും, അവിടുത്തെ ചന്തയും കാര്യങ്ങളൊക്കെ സൂപ്പർ സ്പെഷ്യലായിട്ട് ഉണ്ട്. ഒന്ന് ഇങ്ങോട്ട് നോക്കും, ഇവിടെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ എത്ര എണ്ണമാണ്? അവർക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ മാർക്കറ്റിലേക്ക് മൂക്ക് പിടിക്കാതെ കയറി വരാൻ പറ്റുമോ? ആ മത്സ്യ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ അറവ് മാർക്കറ്റ് ഉണ്ട്, ആ ഉണക്കമീൻ വിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നാൽ വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് ഒരാൾ വന്നാൽ രോഗം പിടിച്ച് കൊറോണ വരാത്തന്നെ അപ്പം തന്നെ ചത്തുപോകും. ട്രാഫിക് സൗകര്യമില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ മാർക്കറ്റ് സൗകര്യമില്ല, കുടിവെള്ള പദ്ധതി ഇല്ല. നമ്മുടെ സ്കൂൾ നോക്കൂ, PM3 പദ്ധതി കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട്. ഓരോ വർഷം ഓരോ കോടി കിട്ടും. PM3 പദ്ധതി പ്രൈം മിനിസ്റ്റർ റൈസിംഗ് ഫോർ ഇന്ത്യ എന്നുള്ള പദ്ധതിയാണ്. ആ സ്കൂളുകളെ ആധുനികവൽക്കരിക്കുക. ഇൻ്റർനാഷണൽ നിലവാരം എന്ന് പറഞ്ഞാൽ അമേരിക്കയെക്കാളും വലിയ നിലവാരത്തിൽ തുടങ്ങാനുള്ള പദ്ധതിയാണ്. ഈ 2 കൂട്ടരും കൂടി അത് പൊളിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് പ്ലാൻ ചെയ്യുന്നത്, അതിന് പിന്നെ പരീക്ഷണം നടത്തുന്നത്. എനിക്ക് പറയാനുള്ളത് PM3 പദ്ധതി കൊണ്ടുവന്ന് ഇവിടുത്തെ ബോയ്സ് ഹൈസ്കൂൾ, എൻ്റെ മക്കൾ അവിടെ പഠിച്ചിരുന്നു. നമ്മൾ അപ്പോൾ അവിടെയൊക്കെ ഒരാളെ മടിയിൽ ഒരാൾ കയറിയിരിക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് കുടിവെള്ള പദ്ധതി ഇല്ല, അതുപോലെ തന്നെ ഇവിടെ യാത്രാ സൗകര്യമില്ല. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ നോക്കൂ. എന്നും നമ്മുടെ ഇവിടെ സിഗ്നൽ, ഒറ്റ മിനിറ്റ്, സിഗ്നൽ ബോർഡ്, ഈ സിഗ്നൽ ബോർഡ് വണ്ടി ഓടിച്ചു എന്നും അത് രാവിലെ ഓണാണ്, ഉച്ചയ്ക്ക് ഓഫാണ്. ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വയ്യാത്ത ദുരിതമായ ഈ അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടുകയാണെങ്കിൽ ഇതൊരു 3ാമത്തെ ഭരണശക്തി ഇവിടെ വരണം. അതുകൊണ്ട് NDA തിരഞ്ഞെടുത്താൽ പാലക്കാട് മോഡൽ, അതുപോലെ തന്നെ നമ്മുടെ മുംബൈ മോഡൽ, മനോഹരമായ അതിവിശാലമായ മഞ്ചേരി ഗതാഗത കുരുക്കുന്ന, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ള വികസനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ 2 കൂട്ടരുടെയും ഭാഗത്തു നിന്ന് പറയാനുള്ളത്. മാത്രമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വികസനങ്ങളൊക്കെ നടത്തിയിട്ടത് LDF ഇവിടെ ഭരിച്ചിരുന്ന കാലത്താണ്. അതുപോലെ നിങ്ങളിപ്പോൾ നിലവിൽ ഇവിടുത്തെ ഈ മാലിന്യ സംസ്കരണം, അതുപോലെ ഈ വിദ്യാഭ്യാസ PM3 പദ്ധതി പോലുള്ള പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളൊന്നും നടപ്പാക്കാനുള്ള ഒരു എന്താണ് അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളാണോ എന്താണ് അത് ഒന്ന് വിശദീകരിക്കാമോ? അതെ, PM3 പദ്ധതിയിൽ മുസ്ലിം ലീഗും UDFും ആ PM3 പദ്ധതിക്ക് തന്നെ എതിരാണ്. അതിൽ ഇവർ 2 കൂട്ടരാണ് അതിൽ പിന്നെ ഷെയർ ഹോൾഡേഴ്സ്, അവരാണ് അതിൽ കക്ഷികൾ. ഞങ്ങൾ മാത്രമല്ല, ഇവരെ കൂടെ നിൽക്കുന്ന CPI-നെതിരാണ്. അതുകൊണ്ടാണ് അതിൽ ഒപ്പിട്ടതിനെതിരെ 4 മന്ത്രിമാർ രാജ്യഭീഷണി വരെ മുഴക്കി. അവസാനം തൽക്കാലം ഇങ്ങനെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല. അതിന് ഗവൺമെൻറ് പറഞ്ഞ് PM3 പദ്ധതി നല്ലതാണെന്ന്
ശിവൻകുട്ടി വരെ പറയുന്നില്ല, അത് ഒപ്പിട്ടില്ലെങ്കിൽ പൈസ കിട്ടൂല എന്ന് പറഞ്ഞു. അതേസമയം PMAY പദ്ധതിയിൽ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. അത് ഒപ്പിട്ട പാവങ്ങൾക്ക് വീടാ കിട്ടുക. PM ശ്രീ പദ്ധതി കിട്ടിയ സർക്കാരിന് മറ്റ് ഫണ്ടാ കിട്ടുക. PM ശ്രീ പദ്ധതിയോടെ വിശദീകരിക്കാൻ സമയമല്ല. അത് അവൻ്റെ സുഹൃത്ത് ബാബുരാജ് പറഞ്ഞതുപോലെയുള്ള സാധനമല്ല. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സെഗ്രിഗേഷൻ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ്. ഞങ്ങളതിനെതിരാണ്. രണ്ടാമത് എൻ്റെ സുഹൃത്ത് ഫിറോസ് ബാബു അത് ഇല്ലെങ്കിൽ PM ശ്രീ ഇല്ലെന്ന് വിചാരിക്കുക, മറ്റ് ഇവിടുത്തെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭരണസമിതി എന്താണ് കാര്യങ്ങൾ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ പറഞ്ഞു സ്കൂളുകളൊക്കെ കാസർഗോഡ് മുതൽ പിന്നെ തിരുവനന്തപുരം വരെയുള്ള സ്കൂൾ അതല്ല. ഇപ്പോൾ നമ്മുടെ മഞ്ചേരി ടൗണിൽ ആളുകളാണ്. ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം മുമ്പാണ് കിഴക്കേത്തല സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭൻ്റെ ഫണ്ട, ഒരു പൈസ സർക്കാരിൻ്റെ ഇല്ല. അതിൻ്റെ തൊട്ട് മുമ്പ് മഞ്ചേരി NSS കോളേജിന് മുമ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്കൂളിന് സ്വന്തം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ നാട്ടിൽ കിടങ്ങായിൽ, രാമംകുളത്ത്, തോട്ടുപോയിൽ ഇതൊക്കെ നേരത്തെ മദ്രസ കെട്ടിടത്തിലോ വാടകക്കോ പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് നഗരസഭ സ്വന്തം സ്ഥലം വാങ്ങി നഗരസഭ കെട്ടിടം ഉണ്ടാക്കിയതാണ്. സർക്കാർ തന്ന ഫണ്ട് വേറുണ്ട്. അതൊന്നും ഈ സ്കൂളുകൾക്കല്ല, അത് ഹൈസ്കൂളുകൾക്ക് ഫണ്ട് തന്നിട്ടുണ്ട്. അവിടെ MLA MP ഫണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളാണ്. വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കാനോ അധ്യാപകരെ നിയമിക്കാനോ കുട്ടികളെ ചേർക്കാനോ അല്ല. അതും ഇവിടെ മുഴുവനും ചെയ്തത് വിദ്യാഭ്യാസ മേഖലയിൽ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഭരണസമിതി ഒരുക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞു. പിന്നെ സ്മാരകം അവര് 7 കൊല്ലത്തിനിടക്ക് സ്മാരകം ഉണ്ടാക്കിയെന്ന ഇവിടെ നിന്നിട്ട് തന്നെ അത് പറഞ്ഞതിലൊരു അനൗചിത്യമുണ്ട്. ഈ നിൽക്കുന്ന സ്മാരകത്തിന്റെ പേരെന്താ? അഹമ്മദ് കുരിക്കൽ സ്മാരകം. ഞങ്ങളവിടെ മറുപടി പറയും. ഇവിടെ ഈ സ്കൂളുകളും മറ്റൊക്കെ ആരുണ്ടാക്കിയെന്നാ പറയുന്നു? നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കിയെന്നാ പറയുന്നത്? ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഭൗതിക സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സർക്കാരാണ്. ഈ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ മികവാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഇന്ന് അനുഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ പറഞ്ഞല്ലോ, ഇതാ ഈ കെട്ടിടത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള മദ്രസയുടെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടത്തിലാണ്. എന്താ ഈ നഗരത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു കെട്ടിടത്തിന് സ്ഥലം വാങ്ങി കെട്ടിടം പണിയാൻ ഇവർക്ക് കഴിയാതെ പോയത്? അങ്ങനെ പലതും ചെയ്തിട്ടില്ല. ഇന്ന് കാണുന്ന സർക്കാർ സ്കൂളുകളുടെ മുഴുവൻ മികവിനും കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലാണ്. അത് ആശുപത്രി ആയിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ എല്ലാം. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു വീട് കൊടുത്ത് 5.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ വീട് കൊടുത്തത്. ഇവിടെ ഈ 22 വർഷമായി തുടർച്ചയായി എൻ്റെ സുഹൃത്തിൻ്റെ പാർട്ടി ഇവിടെ ഭരണം നടത്തുക. സ്ഥലമില്ലാത്ത ഒരാൾക്ക് 1 സെൻറ്റ് ഭൂമി വാങ്ങിക്കൊടുത്തിട്ട് ഇവിടെ നടത്താൻ പറ്റിയോ? നടത്താൻ പറ്റിയില്ല. അവസാനം കേരള ഗവൺമെൻറ് അതിദാരിദ്ര്യമുക്ത പദ്ധതി നടപ്പിലാക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ കുറച്ച് സ്ഥലം കണ്ടെത്തിയപ്പോൾ അവരങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ആളുകളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. EMSൻ്റെ നാമത്തിലുള്ള ഒരു ഭവന പദ്ധതി ഈ നഗരസഭക്കകത്തുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഏക്കറക്കണക്കിന് ഭൂമി അക്വയർ ചെയ്തു. അവിടെ ഇപ്പോഴും പാഴായി കിടക്കുന്ന ഭൂമിയുണ്ട്. ഈ നഗരസഭയുടെ 22 വർഷക്കാലത്തെ തുടർ ഭരണത്തിൻ്റെ ഇടയിൽ ഒരാളെ തന്നെങ്കിലും അവിടെ വീട് വെച്ച് കൊടുത്ത് പാർപ്പിക്കാൻ കഴിഞ്ഞോ? ഒറ്റ കാര്യമുള്ളൂ, ആ EMS എന്ന് പറയുന്ന ആ പേരിനോടുള്ള ചതുർത്ഥി കൊണ്ട് ഈ നഗരസഭ അതിൽ നിന്ന് വിട്ടുനിന്നു. ഒന്ന് കൂട്ടി പറയുകയാണെങ്കിൽ നമ്മൾ PMC പദ്ധതിയെ പറ്റി ഒന്ന് ചുരുക്കിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം എന്താണ്? PMC പദ്ധതി കേരളമാകെ സംസ്ഥാന ഭരിക്കുന്ന പാർട്ടിയുടെ അംഗം എന്ന നിലയിൽ വിഷമമാണ്. സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട പല ഫണ്ടുകളും കൊടുക്കുന്നില്ല, ഞെരുക്കുകയാണ്. GST വന്നത് കൂടിയിട്ട് കൊടുക്കേണ്ട പണം മുഴുവൻ ഉത്തരേന്ത്യയിലേക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇവിടെ ഈ ഗവൺമെന്റ് ഇതൊരു ഫെഡറൽ സിസ്റ്റത്തിലുള്ള ഗവൺമെന്റാണ്. അവിടെ ആ ഫെഡറൽ സിസ്റ്റത്തിലുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഫണ്ട് കിട്ടാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയുടെ NEP ഇവിടെ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. NEP നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു. ആ പദ്ധതിയിലുള്ള NEP പദ്ധതിയിലുള്ള ഒരു അക്കാഡമിക് പരമായിട്ടുള്ള ഒരു കാര്യവും ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ സ്കൂളുകളിൽ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഗാന്ധി ചരിത്രവും മുഗൾ ചരിത്രവും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പ്രിന്റ് എടുത്ത് അച്ചടിച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്ത് അത് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. കാരണം RSSന്റെ സാംസ്കാരിക മേഖലയിൽ, അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു തടസ്സവുമില്ലാതെ പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് അവർ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞതടക്കം, ചരിത്രം പഠിപ്പിക്കാത്ത ചരിത്രമടക്കം കേരളത്തിൽ പഠിപ്പിക്കുകയാണ്.
ഓക്കെ എന്താണ് ആദ്യം എനിക്ക് പറയാനുള്ളത് ഇവിടെ സ്കൂളുകളെ PMCക്ക് വരാം. സ്കൂളുകളെ നിലവാരമൊക്കെ ഒന്നായിട്ട് ഇവിടെ നമ്മളെ മഞ്ചേരി മുനിസിപ്പാലിറ്റി നിറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ. ഇവിടെ ഒരു മൗലവിയല്ലേ ഹൈക്കോടതി കേസ് കൊടുത്തത്. ഒരു 4 കിലോമീറ്റർ LP സ്കൂളില്ലാത്ത പ്രദേശമാണ് ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റി. ലോകത്തെ മുഴുവൻ അറിയിച്ചില്ലേ ഹൈക്കോടതി കേസ് കൊടുത്തിട്ട്? അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 4 കിലോമീറ്ററിൽ ഒരു LP സ്കൂളിൽ ഹൈക്കോടതി വിധിച്ചു ഉടനെ തന്നെ അവിടെ സ്കൂൾ സ്ഥാപിക്കണം. അപ്പം ഞങ്ങൾ അവിടെയുള്ള കുട്ടികളെ കൊണ്ട് ദൂരെ കൊണ്ടുപോയി പഠിപ്പിക്കാറുണ്ടോ? ഹൈക്കോടതിയെ സമ്മതിച്ചില്ല. ഒരു മിനിറ്റ്, PM-3 പദ്ധതി എൻ്റെ 2 സുഹൃത്തുക്കൾ വേണ്ട മാതിരി മനസ്സിലാക്കിയിട്ടില്ല എന്ന്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത, പാർലമെൻറ്റിൽ ഇങ്ങൾക്കുണ്ടല്ലോ ഒക്കെ 4-5 അംഗങ്ങളെന്നൊക്കെ 2020 അന്ന് ആ പോളിസിയിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിനെ ബോയ്ക്കോട്ട് ചെയ്യുക ചെയ്ത്. ചർച്ചയിലൊക്കെ അവർ പങ്കെടുത്തു. എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം ലീഗിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര ഹാലൾക്കോ? നിങ്ങൾ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹം. ഈ കേരളത്തിൽ ദേശീയ പദ്ധതി കൊണ്ടുവന്നാൽ ഇവിടുത്തെ സാംസ്കാരിക മാനബിന്ദുക്കൾ അതെല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടും. അതിൽ തന്നെ റൂൾസിൽ പറയുന്നത് 4.31 അതിൽ നമ്മുടെ സ്റ്റേറ്റ് നേരത്തെ വക്കീൽ സൂചിപ്പിച്ച മാതിരി ഒറ്റ മിനിറ്റ് ആ സ്റ്റേറ്റിന് വേണമെങ്കിൽ മാറ്റം വരുത്താം, അമൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഭാഗം പാടില്ല. ഈ ദേശീയ പദ്ധതി പറയുന്നത് BJP സർക്കാർ പറയുന്നത് ഈ ഭാഗം പറ്റില്ല എന്ന് നിങ്ങൾക്ക് നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോ വർഷം ഓരോ കോടി രൂപ കിട്ടിയിട്ട് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരു സ്കൂൾ നമ്മളെ ബ്ലോക്കുകളിലോ നമ്മളെ മുനിസിപ്പാലിറ്റിയിലോ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് 4 കിലോമീറ്ററിൽ ഒരു LP സ്കൂളില്ല എന്നുള്ള ഒരു വിവരം ലോകം മുഴുവൻ അറിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, അതിൽ ഒരു 2 കൂട്ടരാണ് കക്ഷികൾ. ഇപ്പോൾ ഈ എല്ലാവരും വിധി വായിച്ചിട്ടുണ്ടല്ലോ. സുപ്രീം കോടതിയാണ് വിധി പറഞ്ഞത്. എങ്ങനെ സുപ്രീം കോടതിയിൽ എത്തിയത്? സുപ്രീം കോടതിയിൽ ആരാണ് അന്യായക്കാർ? നാട്ടുകാർ. അതിനെ കൗണ്ടർ ചെയ്ത് ആരാണ്? ഡിഫൻഡൻറ്റ് സംസ്ഥാന ഗവൺമെൻറ്റാണ്, കേരള ഗവൺമെൻറ്റാണ് ഡിഫെൻഡ് ചെയ്ത്. അത് കക്ഷി ചേർന്ന മഞ്ചേരി നഗരസഭ കക്ഷി ചേർന്നു, ഇവരോടൊപ്പം കക്ഷി ചേർന്നാണ് ഞങ്ങൾ. പിന്നെ ബാബുരാജിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഇന്ത്യ, ഈ കേരളം വിട്ടു പോയാൽ ഉത്തരേന്ത്യയിൽ 30 കിലോമീറ്റർ LP സ്കൂളില്ല. പിന്നല്ലേ ഇന്ത്യൻ ഭരണഘടനല്ലോ ആർട്ടിക്കിൾ 45 പറയുന്നുണ്ട് ഓരോ 3 കിലോമീറ്റർ LP സ്കൂൾ വേണം. ഇന്ത്യയിൽ കേരളത്തിലെ കുറച്ച് സ്റ്റേറ്റുകൾ കഴിഞ്ഞാൽ ബാക്കി ഇവർ ഭരിക്കുന്ന സ്ഥലത്ത് 30 കിലോമീറ്ററിലല്ല LP. പിന്നല്ലേ അപ്പോൾ ഇതിൽ ഈ എലമ്പ്ര സ്കൂളിൽ ഇവർ 2 കൂട്ടരാണ് കക്ഷികൾ. കോടതി പോയത് ഗവൺമെൻറ്റാണ്, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി. മഞ്ചേരി നഗരസഭയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു നഗരസഭയാണ് മഞ്ചേരി. മറുപടി പറയാം, കൂടെ കൂട്ടി പറയാം. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു മഞ്ചേരി പോലത്തെ ഒരു നഗരസഭയിൽ ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പല ആളുകളിൽ നിന്നും നമുക്ക് ന്യൂസുമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളൊരു വിവരം എന്താ വെച്ചാൽ രാത്രി കാലങ്ങളിലുള്ള യാത്ര വളരെ ദുസ്സഹമാണ്. ഇവിടെ നിന്നും ദീർഘദൂര ബസ്സുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ മാറി ഭരിച്ചിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ, ഇത്രയും പോപ്പുലേഷനുള്ള ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിൽ ഒരു അമാന്തം കാണിച്ചു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ 2 കൂട്ടരൊന്ന് പറയേണ്ടതാണ്. ഒന്ന്, ആദ്യം ഇദ്ദേഹത്തിൻ്റെ ആ എലമ്പ്ര സ്കൂൾ 4 കിലോമീറ്റർ 3 കിലോമീറ്റർ വിഷയത്തിലൊക്കെ ഒന്ന് വരാം. എന്താ യഥാർത്ഥത്തിലുള്ളത്? ഇവിടെ മഞ്ചേരി നഗരസഭ, മഞ്ചേരി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, മഞ്ചേരി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാം അടക്കി ഭരിച്ചത് മുസ്ലിം ലീഗാണ്. ഇക്കാലം അത്രയും. ഒരു കാലത്ത് മഞ്ചേരിയുടെ MLA വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. എലമ്പ്രക്കകത്ത് 1983 ഇസ്ഹാഖ് കുരിക്കൾ ഇവിടെ ഉറപ്പ് കൊടുത്തതാണ് അവിടെ സ്കൂൾ കൊണ്ടുവരുന്നു. ആളുകൾ പണം മുടക്കി സ്ഥലം വാങ്ങി. എന്തേ ഇവിടുത്തെ MLA-മാരും MP-മാരും വിദ്യാഭ്യാസ മന്ത്രി തന്നെയും ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ട് അത് ചെയ്യാതെ പോയി? അത് ചെയ്യാതെ പോയതിൻ്റെ പ്രഥമ ഉത്തരവാദിത്തം, ആത്യന്തികവും അവസാനവുമായ ഉത്തരവാദിത്തം ഇവർക്കുള്ളതാണ്, ലീഗിനുള്ളതാണ്, UDF-നുള്ളതാണ്. പിന്നെ അവിടെ ഗവൺമെൻറ് അപ്പീൽ പോയി. ഹൈക്കോടതിയുടെ വിധി എന്താ? ഹൈക്കോടതി വിധി കേരളത്തിലെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്, അല്ലാതെ എലമ്പ്ര സ്കൂളിനെ പറ്റിയല്ല. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതും എന്താ? കേരളത്തിൽ എന്നാണ് പറഞ്ഞത്, മഞ്ചേരിയിൽ എന്നല്ല പറഞ്ഞത്, എലമ്പ്രയിൽ എന്നല്ല പറഞ്ഞത്. കേരളത്തിൽ 1 കിലോമീറ്ററിനകം LP സ്കൂളും എല്ലാ 3 കിലോമീറ്ററിലും UP സ്കൂളും വേണമെന്നാണ് പറഞ്ഞത്. ഏത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയും? ഏത് മന്ത്രിസഭ ഉണ്ടായാൽ നടപ്പിലാക്കാൻ കഴിയും? അപ്പോൾ അതിനെതിരെ റിവിഷൻ പോകും, സ്വാഭാവികം. പക്ഷേ എലമ്പ്ര മേഖലയിലെ വിദ്യാഭ്യാസ മേഖല പ്രശ്നം, LP സ്കൂളിൻ്റെ പ്രശ്നം ന്യായമാണ്. അത് ഞങ്ങൾ ഇവിടെ ഭരണം കിട്ടിയാൽ പരിഹരിക്കുക തന്നെ ചെയ്യും, ഒരു തർക്കവും വേണ്ട. അത് ഞങ്ങളുടെ ബാധ്യതയായിട്ട് തന്നെ ഞങ്ങൾ കാണാം. രണ്ടാമത്തത് താങ്കൾ ചോദിച്ചേ രാത്രികാല പ്രശ്നം. രാത്രികാല പ്രശ്നത്തിന് ആരാ പരിഹാരം കാണേണ്ടത്? അതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാരാ? നഗരസഭയാണ്. ഞങ്ങൾ ഇവിടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ റെപ്രസെൻറ്റേഷൻ കൊടുത്തു ഗതാഗത വകുപ്പ് മന്ത്രിക്ക്. അദ്ദേഹം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയെ ഇങ്ങോട്ട് വിട്ടു. അവരിവിടെ വന്ന് പരിശോധിച്ചു.
പരിശോധിച്ചിട്ട് എന്താ പറഞ്ഞത്? IGBT ബസ് സ്റ്റാൻഡിൻ്റെ പകുതി സ്ഥലം KSRTCക്ക് വിട്ടു നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഡിപ്പോ തുടങ്ങാം. എന്നാൽ അത് വിട്ടുകൊടുക്കാൻ നഗരസഭാ ഭരണക്കാർ തയ്യാറായില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ബജറ്റിൽ, ഈ നഗരസഭയുടെ കഴിഞ്ഞ ബജറ്റിൽ, അതിൻ്റെ മുമ്പത്തെ ബജറ്റിൽ ഇവിടെ ഞങ്ങൾ KSRTCക്ക് ഡിപ്പോ തുടങ്ങാൻ, ബസ് സ്റ്റേഷൻ തുടങ്ങാൻ 1 ഏക്കറ 2 ഏക്കറ ഭൂമി എടുക്കാൻ പോകുന്നു, എടുത്തിരിക്കുന്നു, അവിടെ കണ്ടിരിക്കുന്നു, ഇവിടെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുവരെ അരസെന്റ് പോലും എടുത്തില്ല. അതിനുള്ള പ്രാഥമികമായ അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങളും നഗരസഭ ഏർപ്പെടുത്തിയില്ല. അതിന്റെ ഭാഗമായി രാത്രി രണ്ട് കാര്യം. ഒന്ന്, എലമ്പറ സ്കൂളിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരാണ് ഈ സ്കൂളൊക്കെ കൊടുക്കല്, മുനിസിപ്പാലിറ്റി. അപ്പോൾ ഞങ്ങൾക്ക് ഭരണം കിട്ടിയ സ്കൂൾ കൊടുക്കുന്നു. മുനിസിപ്പാലിറ്റി അല്ല സ്കൂൾ കൊടുക്കല്. മുനിസിപ്പാലിറ്റി ഉള്ള സ്കൂളിന് ബിൽഡിംഗ് കൊടുക്കാനുള്ള അധികാരമുള്ളൂ. രണ്ട് കക്ഷി കയറുന്ന എന്തിന്? അങ്ങനെയാണെങ്കിൽ എന്തിന് എലമ്പറ? ഇത് കേരളത്തിന് മൊത്തമല്ല വിധി. മുഹമ്മദ് വൈസി കൺവീനറായ ആക്ഷൻ കമ്മിറ്റി സുപ്രീം കോടതിയിൽ പോയത് ഈ ഗവൺമെൻറ് അതിനെ എതിർത്തിട്ടാണ്, ഇവർ കക്ഷി ചേർന്നിട്ടാണ്. അത് തെറ്റിദ്ധരിപ്പിക്കരുത്. സർക്കാർ സ്കൂൾ ഉണ്ടാക്കേണ്ട വാദി സർക്കാരാണ്. രണ്ടാമത് അദ്ദേഹം പറയുകയാണ് ഒരു പച്ചക്കള്ളം. ആ രേഖ കൊണ്ടുവരികയാണെങ്കിൽ, സ്ഥലം തരികയാണെങ്കിൽ KSRTC ഉണ്ടാക്കുന്ന രേഖ അദ്ദേഹം കൊണ്ടുവരും. മറിച്ച് അന്നത്തെ ആന്റണി രാജു, അത് ഗതാഗത മന്ത്രി, MLA കൊടുത്ത കത്ത് ഞാൻ കൊണ്ടുവരാം. മഞ്ചേരിയിൽ തൽക്കാലം KSRTC അനുവദിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ പറഞ്ഞത്? അതിനിപ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം കാരണമല്ല, കത്ത് ഞാൻ കൊണ്ടുവരാം. രണ്ടാമത് സ്ഥലം കിട്ടായിട്ടാണോ? അല്ലല്ല, സ്ഥലം കിട്ടും. സാമ്പത്തിക പ്രയാസം മൂലം സാധ്യമല്ല. സ്ഥലം അവിടെ ഉണ്ടല്ലോ. IGBTയിൽ അവിടെ ഓപ്പറേറ്റിംഗ് സെന്റർ ഉണ്ടായിരുന്നു. ഇവിടെ കയറിയ ആൾക്കാരുണ്ടല്ലോ. മഞ്ചേരിയിൽ നിന്ന് KSRTC ടിക്കറ്റ് എടുത്ത് KSRTC സ്റ്റാൻഡിൽ ബസ് വന്ന് നിന്ന് ഓപ്പറേറ്റിംഗ് സെന്റർ ആൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഭരണം കിട്ടിയാൽ വരുന്നതാണ് ഈ ഭരണമല്ല. ഭരണം വരെ കയ്യിലല്ലേ. ഇന്നതിനെ ഭരണം കിട്ടുന്നത് മുനിസിപ്പാലിറ്റി അല്ല KSRTC കൊണ്ടുവരേണ്ടത്. മുനിസിപ്പാലിറ്റി അല്ല സ്കൂൾ കൊണ്ടുവരേണ്ടത്. കൊടുന്ന സ്കൂളിന് കെട്ടിട്ടുണ്ടാക്കാനേ മുനിസിപ്പാലിറ്റിക്ക് അധികാരമുള്ളൂ. ഇപ്പൊ ഈ രണ്ട് പറഞ്ഞതും അവാസ്തവമാണ്. എന്റെ സുഹൃത്ത് നേരത്തെ സംശയിച്ചു പിന്നെ കണ്ണിയൻ പറഞ്ഞതേ, ഉത്തരേന്ത്യയിലൊക്കെ പിന്നെ 30 കിലോമീറ്റർ, അത് ശരിയാ മൂപ്പര് പറഞ്ഞത്. ഇപ്പം നമ്മൾ ആന്ധ്രയ്ക്ക് കടന്നാൽ ഒരു 25-30 കിലോമീറ്റർ സ്കൂളില്ല. കാരണം എന്താ അറിയോ, അവിടെ പാടിയാണ്. അവിടെ പടിവിൻ്റെ ഗോതമ്പ് പാടവും കൃഷിസ്ഥലമല്ല ഞാൻ സുഹൃത്തെ പറഞ്ഞത്. മനുഷ്യൻ തിങ്ങി വസിക്കുന്ന മേഖലയിലാണ് സ്കൂൾ വേണ്ടത്. അല്ലാണ്ട് പശുവും കന്നുകാലി മേഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് നിലമ്പൂർ ഫോറസ്റ്റിലല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉത്തരേന്ത്യയിൽ ഇതില്ലാന്ന് പറയുന്നത് നിങ്ങൾ പിന്നെന്താ അവിടെ സ്ട്രീറ്റോ തെരുവുകളായിട്ടാണ് അവിടെ എല്ലാ സ്കൂളുകളുണ്ട്. ഇന്ന് നിങ്ങൾ UP ഒന്ന് പോയി നോക്കണം. UPൻ്റെ വളർച്ചകളൊന്ന് കാണണം. ആ ഐതിഹാസികമായ വളർച്ചയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം എലമ്പറേൻ്റെ കാര്യം പറഞ്ഞ മുമ്പിൽ രണ്ടാളും എണ്ണത്തുകൊണ്ട് ഏറോടുന്നുണ്ടല്ലോ. ഇവരെ ഒത്തുകളിയാ. നിങ്ങൾക്ക് ഈ രാജ്യത്ത് മാറ്റം വേണം. മാറാത്തതും മാറും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിനുള്ള പോളിസി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് BJP NDA സ്ഥാനാർത്ഥി വിജയിപ്പിച്ച ഇവിടെ 53.06 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റി. ഇതിന് വളരെ കുടിവെള്ളമുള്ള നല്ല ഇന്റർനാഷണൽ നിലവാരമുള്ള സ്റ്റാൻഡേർഡുള്ള കുടിവെള്ളത്തിന് എന്താണ് ഭരണസമിതി ചെയ്തിട്ടുള്ളത്? ശരാശരി അപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ അതിന് ബാബുരാജ് മഞ്ചേരിക്കാരനല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയായിരിക്കും. ഫിറോസ് ബാബു പറയില്ല, അവിടെ ഇരിക്കണമെന്നും പറയില്ല. മഞ്ചേരി നഗരസഭയിൽ 53 വാർഡുകളിൽ പുതിയ വാർഡ് ശരാശരി എല്ലാ വാർഡുകളും ശരാശരി വാർഡുകളിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഇടതുവശം UDF LDF-നൊക്കെ കാലത്ത് ഒരൊറ്റ വാർഡുമില്ല. അദ്ദേഹം പത്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടായിരിക്കും, തെറ്റിദ്ധരിച്ച് പറഞ്ഞായിരിക്കും. ചെറുതും വലുതുമായ ചെറുകിട പദ്ധതികളുണ്ട്. പിന്നെ മഞ്ചേരി നേരത്തെ കുടിവെള്ള MP ഗംഗാധരൻ കരുണാകരന്റെ കാലത്ത് ചാലിയാർ കുടിവെള്ള പദ്ധതി അറിയാത്ത ആരാളത്? മഞ്ചേരി എല്ലാ പ്രദേശങ്ങളിലേക്കും ലൈൻ വെള്ളം പോകും. കുടിവെള്ള പ്രശ്നം ഇല്ലാന്നാണ്. കുടിവെള്ള പ്രശ്നമില്ല, അത് തീരൂല. കുടിവെള്ള പ്രശ്നം എടുക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ, ഒരിക്കലും തീരാൻ പോണില്ല. സാധ്യമായി ചെയ്തിട്ടുണ്ട്. ഒരു പാടിൽ ഒരു കുടിവെള്ള പദ്ധതിയെങ്കിലും ഇല്ലാത്ത, മുഴുവൻ നഗരം ഇല്ലാത്ത വാർഡുകൾ അപൂർവമാണ്. ഒന്നാരാടമെങ്കിലും ഉണ്ട്. അത് ബാബുരാജ് പറഞ്ഞ അവാസ്തവമാണ്. അദ്ദേഹം പറഞ്ഞ UP ഈ കാലിത്തൊഴുത്തുള്ളിടത്തൊക്കെ സ്കൂൾ വേണം. അതെ, ആര് കാലിത്തൊഴുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നാണ് ഞങ്ങളും പറയാനുള്ളത്. അവിടുത്തെ ആ കാലിത്തൊഴുത്ത് കേരളത്തേക്ക് കൊണ്ടുവരണ്ട. ആ കാലിത്തൊഴുത്ത് അവിടെ കട്ടെ, അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അതവിടെ വെക്കുന്ന അവിടെ സന്തോഷമായിട്ട് അവിടെ നിന്നോട്ടെ. മറ്റൊന്ന് കുടിവെള്ള പ്രശ്നം. ഈ കുടിവെള്ള പ്രശ്നം ആരാ പ്രശ്നം പരിഹരിച്ചത്? ഞാനൊരൊറ്റ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഈ തുടർ ഭരണത്തിൻ്റെ ഇടയിൽ മാത്രം പയ്യനാട് തടപ്പറമ്പ് കുടിവെള്ള പദ്ധതി 72 കോടി രൂപ കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. മുനിസിപ്പാലിറ്റിയുടെ ഓശാരമില്ലാതെ മഞ്ചേരി നഗരത്തിലൂടെ ഗംഗാധരൻ്റെ മറ്റേ പൈപ്പ് ഉണ്ടല്ലോ, ഞാൻ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് അതിൻ്റെ പേര് ഞാൻ പറയുന്നത്, ആ പൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ 20 കോടി രൂപ. വേട്ടേക്കോട് പുല്ലഞ്ചേരി കുടിവെള്ള പദ്ധതിക്ക് 2 ഘട്ടങ്ങളിലായി 4.5 കോടി രൂപ. ആനക്കയത്ത് നിന്ന് വെള്ളം കൊണ്ടുവരാൻ. ഇവിടെതായി ചന്തക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക്, തൊട്ടപ്പുറത്ത് താന്നിപ്പാറ കുടിവെള്ള പദ്ധതിക്ക്, അവിടെ തടത്തിപ്പറമ്പ് കുടിവെള്ള പദ്ധതി. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുടിവെള്ള പദ്ധതിക്ക്
നൂറുകണക്കിന് കോടി രൂപയുടെ പദ്ധതിയാണ് ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് അകത്ത് മാത്രം കൊണ്ടുവന്നത്. ഇപ്പോൾ അവിടെ അപ്പുറത്ത് പാലക്കുളത്ത് 5 കോടി രൂപയുടെ പൈപ്പ് ലൈൻ മാറ്റൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും സർക്കാരിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ ഞങ്ങൾക്കുള്ള ഇടപെടൽ ശേഷി വെച്ച് കൊണ്ടുവന്നതാണ്. ഇവിടെ നഗരസഭയുടെ കുടിവെള്ള പദ്ധതി ഉണ്ട്. ഏതാണെന്നറിയോ? ഇവിടുത്തെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഏതാണെന്ന് വെച്ചാൽ നഗരസഭയിൽ കുടിവെള്ളക്ഷാമം ഉണ്ടായപ്പോൾ ഞങ്ങൾ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്തു. 10 ലക്ഷം രൂപ എഴുതിയെടുത്തു. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വന്നു, പരിശോധിച്ചു. ആ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പരിശോധിച്ചപ്പോൾ കണ്ടത് എന്താ അറിയോ? ഇപ്പോൾ നമ്മളെടുത്തൊരു പരിവാർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിൽ പരിവാഹൻ നമ്പർ അടിച്ചാൽ കിട്ടും. അപ്പോൾ ഓഡിറ്റ് ചെയ്ത ആളുകൾ ആ നമ്പർ അടിച്ചു. 10 ലക്ഷം രൂപയുടെ കുടിവെള്ളം കൊടുത്തതാണല്ലോ. ആ നമ്പർ അടിച്ചപ്പോൾ വന്ന വണ്ടിയുടെ നമ്പർ എത്ര അറിയോ? ആ വണ്ടി ഏതാ അറിയോ? എടപ്പറ്റയിലൊരു വീട്ടമ്മയുടെ സ്കൂട്ടി. ആ സ്കൂട്ടിൻ്റെ മുകളിൽ 10 ലക്ഷം റുപ്യേൻ്റെ കുടിവെള്ളം വിതരണം ചെയ്തു എന്നാണ് ഇവിടെ കണക്കുണ്ടാക്കിയത്. അങ്ങനെ അഴിമതി നടത്തി, കുടിവെള്ളത്തിലടക്കം അഴിമതി നടത്തിയവരാണ് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത്. നാണുണ്ടോ? ഈ കുടിവെള്ളം എന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കുക, ജൽജീവൻ മിഷന്റെ ഒരു പദ്ധതി ഉണ്ട് ഇവിടെ. 60% കേന്ദ്ര സർക്കാരാണ്. ആ പൈസ എടുത്ത് ഞെളിഞ്ഞാണ് ഇവർ രണ്ടാളും സംസാരിക്കുന്നത്. ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് എത്ര കോടി രൂപേന്റെ ജൽജീവൻ കിട്ടി? നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്തു പറയൂ. ഇന്ത്യ രാജ്യം മുഴുവൻ നടക്കാനാ. കേരളത്തിൽ 44 നദി പടിഞ്ഞാറോട്ടോ 4 ഒറ്റ മിനിറ്റ് കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. ഇവിടെ കുടിവെള്ളം ഇല്ലാന്ന് എൻ്റെ സുഹൃത്ത് കണ്ണിയാൻ പറയുന്നത്. ഞാനങ്ങ് ഇടവണ്ണ പഞ്ചായത്തുകാരനാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും പറയട്ടെ, ഞങ്ങൾക്ക് സമൃദ്ധമായ കുടിവെള്ളം കിട്ടുന്നുണ്ട്. ജൽജീവൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്ലാൻ ചെയ്ത് തന്നെ എല്ലാ വീടുകളും ടാപ്പ് വെള്ളം എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ആ കുടിവെള്ളം വരുന്നുണ്ട്. കുടിവെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും അത് അവിടെ വന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ നടപ്പാക്കുക 60% കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുക? അത് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല? അല്ല, ഒന്ന് പറഞ്ഞു തന്നെ അവർ വീണ്ടും പറയണം. അപ്പൊ അതിൻ്റെ ഇടയിൽ ഫിറോസ് ബാബു ഗംഗാധരൻ പൈപ്പ് അതിനെ പരിഹസിച്ചു. കാലപ്പഴക്കം മൂലം ഇനി ഈ പറഞ്ഞ പദ്ധതികളടക്കം തടപ്പറമ്പിന്റെ ബാക്ക് ഫയൽ എടുത്ത് നോക്കി. ഉമ്മൻചാണ്ടിന്റെ സർക്കാരിന്റെ അവസാന കാലത്ത് അതിന്റെ പണി നോക്കിയത് ഉമ്മർ സാഹിബ് MLA ആയപ്പോൾ. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, MLA ഇവിടെ ഇപ്പോൾ ലത്തീഫ് സാഹിബാണ്, നേരത്തെ ഉമ്മർ സാഹിബാണ്. അവരെ കാലത്താണ് നടന്നത്. നേരത്തെ സ്റ്റേഡിയത്തിൻ്റെ പൈസ എടുത്ത കാര്യം പറഞ്ഞു. നഗരസഭേൻ്റെ ഫയൽ എടുത്ത് പരിശോധിക്കി. എടുത്തു പോയിട്ട് അതിൻ്റെ പൈസ ആരെ കാലത്താണ് കൊടുത്തത്? ആദ്യം ഞാനും കൂടിയും ഒക്കെ ഉള്ള 2015 കൗൺസിൽ മുതൽ ആ പൈസ കൊടുത്തുള്ളത്. പിന്നെ ഒരു തുടർ പ്രക്രിയയാണ്. ബാബുരാജ് പറഞ്ഞു ഓരാ കൊടുത്തത്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. സ്വാഭാവികമല്ലേ? അത് ജനങ്ങളുടെ അവകാശമാണ്. അല്ലാതെ BJPൻ്റെ പാർട്ടി ഫണ്ട് എടുത്തു തരുമൊന്നുമല്ല. അത് മനസ്സിലാക്കണം. രണ്ടാമത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിവിടെ എണ്ണിപ്പരാത്താണ്. ഓരോ വാർഡ് എൻ്റെ വാർഡ് 2 കുടിവെള്ള പദ്ധതി ഉണ്ട്. അതിനപ്പുറത്ത് പുല്ലൂർ വാർഡ് കൂടി. ഇപ്പോൾ അമൃത പദ്ധതി യൂണിറ്റി മെൻസ് കോളേജിന് ഞങ്ങളവിടെ സ്ഥലം വാങ്ങിയത് 20 സെൻറ്റ് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം സൗജന്യമായി തന്നിടത്ത് അവിടെ തുടങ്ങുന്ന പദ്ധതി. ഇതൊക്കെ UDF ഇവിടുത്തെ MLA മുൻകൈയെടുത്ത് കൊടുക്കുന്നതാണ്. അവിടെ സംസ്ഥാന കാരണം കേരളവും അല്ല CPM BJP അവിടെ ഭരിക്കുന്നുള്ള സത്യമാണ്. പക്ഷെ അതിന് എഫേർട്ട് എടുത്ത ആരാണ്, കൂടുന്നത് ആരാണ്, ഏത് കാലത്താണ് നടന്നത്? മഞ്ചേരിയിലെ ഇപ്പോഴും ഇവരെന്താ അതിനെ കൗണ്ടർ ചെയ്യാൻ? മാലിന്യ സംസ്കരണം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നഗരത്തിൽ എങ്ങനെ മാലിന്യ സംസ്കരണം നന്നായി നടക്കുന്നുണ്ടെന്നുള്ള തോന്നല് പറയുമ്പോൾ ഇവർ പറഞ്ഞു, BJP പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നു, അത് കൊടുത്തു. നോക്ക്, അവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ പൂട്ടിപ്പോയതാ. പിന്നെ എങ്ങനെ നാഷണൽ ഹൈവേ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വന്നതിന് ശേഷം നാഷണൽ ഹൈവേ വന്നത്? ഇവർ 2 കൂട്ടരും പൂട്ടിപ്പോയല്ലോ. ഈ ഗവൺമെന്റ് നാഷണൽ ഹൈവേക്ക് 5 പൈസ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണ്ട. 5000 കോടി റുപ്യ അങ്ങോട്ട് കൊടുത്തിട്ടാണ് പിന്നെ ആ റോഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇവരുടെ ആ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. ഇവരാണെങ്കിൽ എല്ലാം ഒഴിവാക്കി പോയ ആളുകളാണ്, പൂട്ടിപ്പോയ ആളുകളാണ്. അത് നടപ്പിലാക്കണം. പിന്നെ മാലിന്യ സംസ്കരണം, മഞ്ചേരിയിലെ മാലിന്യം മറ്റുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ കിടക്കുന്നത്. കണ്ടങ്ങൾ 6-7 കുട്ടികളുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ അതേനു ചർച്ച അല്ലേ? ഇതായിരുന്നു ചർച്ച. ഇതാണ് ഇത്. അവിടെ എന്തായിരുന്നു നേരത്തെ വന്നപ്പോൾ? കൊടൽമാല ഭക്ഷിക്കുകയാണ്. മൃഗങ്ങളുടെ കൊടൽമാല ഈ പട്ടിക്കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുകയാണ്. അതാണ് മാലിന്യം. ആ മാലിന്യം ഇവിടെ വന്നതെങ്ങനെ? അതാണ് മഞ്ചേരിയുടെ മാലിന്യം. ഇതാ അപ്പുറത്ത് മാർക്കറ്റാണ്. മൂക്ക് പൊത്താതെ അതിനുള്ളിൽ നടക്കാൻ കഴിയില്ല. ഇതാണ് മഞ്ചേരിയുടെ മാലിന്യം. അതും കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം 4 ദിവസം മുമ്പ് വിജിലൻസിനകത്ത് ഒരു പരാതി വന്നിരിക്കുന്നു. എന്താ പരാതി? മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഇവരുടെ കൂടെയുള്ള കണ്ണിയാൻ അബൂബക്കറിന്റെ ഉറ്റ സുഹൃത്ത് മാലിന്യ സംസ്കരണത്തിൽ കൈക്കൂലി വാങ്ങിയ കഥ. വിജിലൻസിൽ പരാതി വന്നു. കോട്ടക്കലുള്ള ഒരു കമ്പനിയിൽ നിന്ന്, ഈ മാലിന്യം കൈകാര്യം ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അയാളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷത്തിലധികം രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അതിവിടെ കൈപ്പറ്റിയിരിക്കുന്നു. മാലിന്യത്തിൽ പോലും അഴിമതി നടത്തുന്ന ഇതൊക്കെ നേരത്തെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം മറുപടി പറഞ്ഞാണ്.
ആ കമ്പനിന്റെ പേരിൽ ഇവര് സ്ഥിര ഏർപ്പാടാണ്. ഉത്തരം മുട്ടിയ പിന്നെ വേ അഴിമതി മറ്റേ പറഞ്ഞു 1 കോടി 10 ലക്ഷം റുപ്യക്ക് കാറ് വാങ്ങിയ മുഖ്യമന്ത്രിന്റെ ആൾക്കാരെ പോയി പറയണേ. 2 ED നോട്ടി പറയട്ടെ, നിങ്ങൾ മറുപടി പറയാൻ അവസരം. ഈ പറയുന്ന വ്യക്തി ഈ പറഞ്ഞ കമ്പനിന്റെ പേരിൽ അയാളെ പിന്നെ അക്കൗണ്ടിലേക്ക് ചെക്ക് വന്നത് ഇവർ തെളിയിക്കോ? 1,20,000 ആരോപണം ഈ മാലിന്യം ഇവർ രണ്ടാവിടെ ഷെയർ ചെയ്ത് കൊടുത്തോട്ടെ. ഓലാണല്ലോ വെച്ചത്. ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല. ഇനി പറയാനുള്ളത്, നേരത്തെ കന്നുകാലി ഞങ്ങൾ ഉത്തർപ്രദേശില് ഞങ്ങളെ കന്നുകാലി തൊഴുത്ത് ഇവര് വയനാട്ടിലും അതേപോലെ മണ്ണാർക്കാടൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആദിവാസി കേന്ദ്രങ്ങൾ സ്കൂളില്ലേ, അതിനേക്കാൾ നിലവാരമുള്ളതാ. അവിടെ ഫാൻ ഉണ്ട്, പശുക്കൾക്ക് നല്ല ടൈൽസ് ഇട്ടതാണ്, നല്ല സുഖമായി ജീവിക്കുന്നു. പിന്നെ പറയാനുള്ളത് നമ്മളെ കണ്ണിയാൻ പറഞ്ഞത് ഇത് BJP-ക്കാർ, അതൊക്കെ ശരി തന്നെയാണ്, നമ്മളെ കൺസോളിഡേറ്റഡ് ഫണ്ട് തന്നെയാണ്. പക്ഷേ 2004 മുതൽ 2014 വരെ ഇവിടെ UPA ഗവൺമെൻറ് ഉണ്ടായിരുന്നല്ലോ, എന്ത് ഫണ്ടാണ് കൊടുത്തത്? അമൃത് പദ്ധതിയിൽ ആ കാലത്ത് എത്ര വീടുകൾ കൊടുത്തു? 1.5 ലക്ഷം വീടുകളാ നഗരമേഖലയിൽ അമൃത് പദ്ധതിയിൽ കൂടി പ്രധാനമന്ത്രി കൊടുത്തത്. 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും 50,000 രൂപ സംസ്ഥാന സർക്കാരും 2 ലക്ഷം ആ തനത് സ്ഥാപനമാണ് കൊടുക്കേണ്ടത്. അതിലൊരു 50,000 ഉയർത്തി 1 ലക്ഷം ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് ആ ഫണ്ട് തന്നെ വേണ്ടാന്ന് പറഞ്ഞ പാർട്ടിക്കാരാ LDF-കാർ, അതിനെ പിന്താങ്ങിയല്ലേ UDF-കാർ. ഇവർ 2 കൂട്ടരും പാർലമെന്റിൽ ഇത് പാസ്സാക്കാൻ സമ്മതിക്കാത്തല്ല, പാസ്സാക്കി ഫണ്ട് വരുമ്പോൾ അത് ഞങ്ങളെ ഫണ്ടാന്ന് പറയുകയും ചെയ്യും. അങ്ങനെയാണോ? അതായത് പാസ്സാക്കി ഒരുപാട് അവിടുന്ന് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫണ്ടുകൾ. നിങ്ങളുടെ അതായത് നാഷണൽ ഹൈവേന്റെ കാര്യമാണ് പറഞ്ഞത്. ആ നാഷണൽ ഹൈവേയുടെ കാര്യം ഇത് ഇവരെ ഔദാര്യമല്ലല്ലോ. അവസാനം സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങോട്ട് പൈസ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് റോഡ് വന്നത്. എല്ലാ പദ്ധതിയിലും അത് തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങോട്ട് പൈസ വെക്കും, എന്നാലേ അങ്ങോട്ട് വരുള്ളൂ. അവിടെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത് ഇവരെ ഔദാര്യ. കിട്ടേണ്ടത് പോലും കിട്ടുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇവിടുന്ന് GST പ്രകാരം 1 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന 25 പൈസ. കേരളത്തിൽ UP ഗവൺമെന്റിനാണെങ്കിൽ അത് 2 രൂപ 30 പൈസ. എന്താ ഈ ഡിസ്ക്രിമിനേഷൻ? സുപ്രീം കോടതിക്കകത്ത് സുപ്രീം കോടതിയിൽ ഭരണഘടനയിലുള്ള ഈ എക്കണോമിക് ഫെഡറലിസം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യത്തെ കേസ് കൊടുത്ത സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾ പറയുന്നത്? ഈ ആരോപണങ്ങളെ പറ്റി നേരത്തെ PM ശ്രീ ഒപ്പുവെച്ചു, അതിൽ പൈസ ഇട്ടെന്നാ പറഞ്ഞത്. ബാബുരാജ് പറഞ്ഞ പോലെ PMAY പദ്ധതിയിൽ ഇവർ ഒപ്പുവെച്ചിട്ടില്ല. അതിൽ ഒപ്പുവെക്കാത്തതുകൊണ്ടാണ് ഈ ആളുകൾക്ക് വീട് കിട്ടാത്തത്. ഇപ്പൊ ബാബുരാജ് തന്നെ പറഞ്ഞ 1.5 ലക്ഷം റുപ്യ കേന്ദ്ര ഗവൺമെന്റും 50 സംസ്ഥാന ഗവൺമെന്റ് 2 മുനിസിപ്പാലിറ്റിയാണ് കൊടുക്കണേ ഈ PMAY പദ്ധതിയിൽ. അതിലാണ് 3600 പേര് കൊടുത്തത്. ഇവിടെ പറഞ്ഞല്ലോ ഒരാൾക്ക് പോലും സ്ഥലം വാങ്ങി വീട് കൊടുത്തില്ല, പച്ചക്കള്ളാണ്. അവസാനത്തെ കൗൺസിൽ പുൽപ്പറ്റ പഞ്ചായത്തിൽ റവന്യൂ വിട്ടുകൊടുത്ത സ്ഥലത്ത് വീട് കയറ്റിയത്. അപ്പോൾ ഇവർ പറഞ്ഞു അത് സംസ്ഥാന ഗവൺമെൻറ് എന്നാണ്, ഞങ്ങൾ ഔദാര്യമില്ലാന്ന് BJP-യോട് ബാബു പറഞ്ഞ മാതിരി അവരോടും പറയണം. ഒക്കെ സർക്കാരിൻ്റെ ബാധ്യത. മുനിസിപ്പാലിറ്റിയോ ഗവൺമെൻറ്റോ കേന്ദ്രമോ ജനങ്ങളോട് ചെയ്യുന്നത് ഞങ്ങളാരുടെയും ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. അപ്പോൾ പിന്നൊന്ന്, അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ 1-ാം തീയതി. ഇവിടെ ഇരിക്കണ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ കേരളത്തിൽ ദരിദ്രരില്ല? അതിദരിദ്രരില്ല, ഒരു ദരിദ്രനില്ലാത്ത നാടാണ് കേരളം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദാരിദ്ര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിദരിദ്രം ദാരിദ്ര്യം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്താ ദാരിദ്ര്യം? ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു ആരാ പറഞ്ഞത്? അതിദരിദ്രമുക്ത കേരളമായി പ്രഖ്യാപിച്ചത്. അതിദരിദ്രരില്ല എന്നാണ്. എന്താ സംശയം? ഇനി അവസാനിക്കോ? അവസാനിക്കില്ല. ഇതൊരു റൊട്ടേഷൻ ആണ്. കുറച്ച് നിലവിൽ നമ്മുടെ കേരളത്തിൽ അതിദരിദ്രരില്ല. കാലക്രമത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ അതിനെയും സംസ്ഥാന ഗവൺമെന്റ് അഡ്രസ് ചെയ്യണം. അടുത്ത പ്രഖ്യാപനം എന്താ? ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്കാ പോണേ. ഇവിടെ ആർക്കെങ്കിലും ഭക്ഷണം പ്രശ്നമുണ്ടോ? ഭക്ഷണം അടിസ്ഥാന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ പരിഹാരം കണ്ടു. അടിസ്ഥാന വിദ്യാഭ്യാസം, അതിന് പരിഹാരം കണ്ടു. ചികിത്സാ സൗകര്യം, അതിന് പരിഹാരം കണ്ടു. പാർപ്പിട സൗകര്യം, അതിന് പരിഹാരം കണ്ടു. ഇനി ഇത് ഇന്ന് അവസാനിച്ചു, നാളെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? വക്കീൽ സൂചിപ്പിച്ചോ ഈ റോഡിന്റെ കാര്യം. 1090 കിലോമീറ്റർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാത. ആ ദേശീയപാത കോട്ടയ്ക്കൽ നിന്ന് കയറിയ വണ്ടിയിൽ ഇരുന്ന് നോക്കി, നിങ്ങൾ എവിടെ തോന്നി ഉറങ്ങിപ്പോവും. അത്രയും മനോഹരമായ ഒരു ദേശീയപാത ഉണ്ടാക്കാൻ വേണ്ടി പണം അഡ്വാൻസ് ആയി കൊടുത്ത ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതിൽ നടപ്പാക്കുന്നതിൽ ഇവർ സഹകരിച്ചു. അത് സ്റ്റേറ്റിൽ കൂടിയല്ലേ പോകുന്നത്, അവർ സഹകരിച്ചു. അത് മനോഹരമല്ലേ? ഇവിടെ യാത്ര ചെയ്ത ആൾക്കാർ പറയട്ടെ, UPA സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു പദ്ധതി ചിന്തിക്കാൻ പറ്റുമോ?
പിന്നെ ഇവിടെ അതിദാരിദ്ര്യം പറഞ്ഞു. ഇവിടെ അതിദാരിദ്ര്യം ഭക്ഷ്യദാരിദ്ര്യം ഇല്ലാത്ത എന്തുകൊണ്ടാ? കൊറോണ കാലത്ത് പോലും ചാക്ക് കണക്കിന് അരിയല്ലേ നരേന്ദ്രമോദി കൊടുത്തത്. ഇപ്പോൾ 5 കിലോ അരി ഓരോ റേഷൻ കാർഡിന് കൊടുക്കുന്നു. അതേമാതിരി ഞാൻ പറയട്ടെ, APL BPL കാർഡുകാർക്ക് ഇഷ്ടം പോലെ അരിയാ. അവർക്ക് അരി വേണ്ട, പുറത്ത് കൊടുക്കുന്ന ആ കാലഘട്ടം വരെ എത്തി. എവിടുന്നാണ് അരി? പണ്ട് അരി തരൂ പറഞ്ഞ് കോൺഗ്രസ് സർക്കാരോട് ചോദിച്ചതാണ്. CPM-കാർക്ക് ഇപ്പോൾ ഒരു മിണ്ടാട്ടല്ല. കാരണം ചാക്ക് കണക്കിന് അരിയാ ഓരോ ഫാമിലിക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം എന്താ ചർച്ച ചെയ്യുന്നത്? മോദി ഗവൺമെന്റ് കേരളത്തിലെ FCI ഗോഡൌണുകളിൽ നിന്ന് കള്ളുണ്ടാക്കാൻ, ഡിസ്റ്ററികളിലേക്ക് എത്തനോൾ ഉണ്ടാക്കാൻ സൗജന്യ നിരക്കിൽ അരി കൊടുക്കാൻ തീരുമാനിച്ചു. മനുഷ്യന് ഭക്ഷണം കഴിക്കാനുള്ള അരിക്ക് അതിലേറെ വില, എത്തനോൾ ഉണ്ടാക്കാനുള്ള അരിക്ക് കുറഞ്ഞ വില സ്വകാര്യ കമ്പനികളൊക്കെ കൊടുത്തത് കേരളം ചർച്ച ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ സന്തോഷം. റോഡിന്റെ പറഞ്ഞു, റോഡ് ഉണ്ടാക്കേണ്ടത്, നാഷണൽ ഹൈവേ ഉണ്ടാക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ ചുമതലയാണ്. ഒരു ശരിയായ കാര്യം പറഞ്ഞു. ഇന്ത്യ രാജ്യത്തെ GDP 8.2% വളർന്നത് എങ്ങനെയറിയോ? ഏറ്റവും വലിയ 10 ഇരട്ടിയാണ് ഇവിടുത്തെ കാർഷിക വിളകൾ വർദ്ധിച്ചത്. അരി ഇഷ്ടം പോലെ ഗോഡൌണില്ല. ഗോഡൌണിൽ കെട്ടി നശിച്ച് അറബിക്കടലിൽ കൊണ്ട് താഴ്ത്തുന്നല്ലേ. അതിനോട് എത്തനോൾ ഉണ്ടായിക്കോട്ടെ. ഇങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം തരുന്നുണ്ടെങ്കിൽ ബാക്കി കിടക്കുന്ന അരി എന്തിനാ ഉപയോഗിച്ചൂടെ? ഖത്തറിൽ നിന്ന് രാജ്യത്തിന് കൊടുത്തയച്ചു നമ്മൾ അരി. ചൈനയ്ക്ക് കൊടുത്തു, പാകിസ്ഥാനിൽ സൗജന്യമായി അരി കൊടുത്തു. അത് ഇവിടുത്തെ എന്താണോ കാർഷിക വിപ്ലവമായിരുന്നു. കാർഷിക വിപ്ലവം കൊണ്ടാണ് അത്. അവരുണ്ട്. അതായത് കുറെ ചോദ്യങ്ങൾ സുഹൃത്ത് ഫിറോസ്വാമി വെച്ചു. ഭക്ഷണമില്ലാത്തവരുണ്ടോ? ഭക്ഷണമില്ലാത്തവരില്ലേ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെയാണ് ഒരു കുടുംബം മണ്ണ് തിന്ന് ജീവിക്കുന്നു എന്ന വീഡിയോ ഒന്ന് ചാനലുകാർ റിപ്പോർട്ട് ചെയ്തതാണ്. 2 ആളുകൾക്ക് മറ്റേ എന്താണ് വീടില്ലാത്തവരുണ്ടോ? വീടില്ലാത്തവരില്ലേ? അതിദരിദ്രരായി പ്രഖ്യാപിക്കാൻ എന്താണ് ഇത്ര തിടുക്കം? ഈ സദസ്സ് പറയട്ടെ, ഒറ്റ അതിദരിദ്രർ ഞങ്ങളുടെ നാട്ടിലില്ല. പട്ടിണി കിടക്കുന്നവരോ ഭക്ഷണം ഇല്ലാത്തവരോ ഇല്ല. അത് ഇവിടുത്തെ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ മെഡിക്കൽ രംഗം, ഇവിടുത്തെ മെഡിക്കൽ രംഗം മെച്ചമാണെങ്കിൽ എന്തിനാ ചികിത്സക്ക് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോണ്? ഒരു ഓപ്പറേഷൻ ചെയ്ത കത്രിക കിട്ടിയതൊരു പെണ്ണിൻ്റെ വയറ്റുന്ന. അതാണ് ഈ നാട്. അതുപോലെ തന്നെ ENTക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന പെണ്ണിന് നേരെ ഇവിടെ എന്താണ് ഹെർണിയക്കാണ് ഓപ്പറേഷൻ ചെയ്തത്. അതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം. കേരളത്തിന്റെ ആരോഗ്യനില മോശമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കത്തി. അബൂബക്കറിന് പ്രശ്നമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർക്കാർ നികുതി കൊടുക്കണല്ല. പൊതു ആരോഗ്യ മേഖല കൂപ്പുകുത്തിയിരിക്കുന്നു. അത് ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ആളുകളെ അകറ്റാനുള്ള പണിയാണ്. ഇപ്പൊ ഞങ്ങളുടെ മഞ്ചേരിയിൽ ഒരു കുട്ടിയുടെ ഇവിടെ മൂക്കിന്റെ നാസൽ ബോണിന് ഓപ്പറേഷൻ നടത്തിയിട്ട് ആ കുട്ടി മരിച്ചു. അബൂബക്കർ അറിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു കലക്ടർ ചികിത്സയിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മരിച്ചു. അബൂബക്കർ അറിയില്ല. എന്നാൽ കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നാടാകെ അറിയും. അബൂബക്കർ അറിയും, ഇവരറിയും, വക്കീലറിയും. സ്വകാര്യ ആശുപത്രി ഉണ്ടായ ഞാൻ അറിയില്ല. കാരണം ഞാൻ സ്വകാര്യ മേഖല ചികിത്സ പോകുന്ന ആളല്ല. മറ്റേ ഗവൺമെന്റിന്റെ ഞാൻ അറിയും. ഞാനും നിങ്ങളും ഫിറോസും പറയണം, അത് ജനങ്ങളെ നികുതിപ്പണം കൊണ്ടുണ്ടായ ആശുപത്രിയാണ്. മറ്റേ സ്വകാര്യ മേഖലയിൽ ആശുപത്രി ഉണ്ടാക്കണം എന്തിനാ? ജനങ്ങളെ സേവിക്കാനല്ല, ബിസിനസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജില്ലേ, ഇത് സ്വകാര്യ മേഖലയിലും സഹകരണ മേഖലയിലും ആക്കാൻ വേണ്ടി ഇവർ 2 കൂട്ടരും അഹോരാത്രം പ്രവർത്തിച്ച ഇവിടെ വെച്ച് CKP പത്മനാഭൻ പങ്കെടുക്കുന്ന ഞങ്ങൾ നിരാഹാര സമരം പോരാട്ടം നടത്തി. ഇപ്പോൾ നമ്മുടെ ആ മെഡിക്കൽ കോളേജ് ബോർഡ് വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. എന്തെല്ലാം സൗകര്യം മെഡിക്കൽ കോളേജ് ശരിക്കും സ്റ്റേറ്റ് സർക്കാരിൻ്റെ അണ്ടറിലാണ്. മുനിസിപ്പാലിറ്റിക്ക് അവിടേക്കുള്ളൊരു യാത്രാ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തൂടെ? ആ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ആ കാഷ്വാലിറ്റിയുടെ അടുത്ത് ആ മെഡിക്കൽ കോളേജ് 93 സെപ്റ്റംബർ 1 മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇവർ 2 കൂട്ടരേനെ ദ്രോഹിച്ചവരാ. ഒന്ന് ഇവർ അന്ന് തന്നെ അതിനെ ബഹിഷ്കരിച്ചു, മുഖ്യമന്ത്രിനെ തടഞ്ഞു. മഞ്ചേരിക്കാർക്ക് അറിയാം. 2 മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. ആ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഉപയോഗിച്ച് പലപ്പോഴും ഇതിന് അംഗീകാരം ഇല്ലാതാക്കാൻ നോക്കി. പക്ഷെ അതിനെ മറികടന്നിട്ട് ഇത് പോയി എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളുടെ എന്തിന് ജനം അറിയണം? അതിനെ മറികടക്കാനാണ് സർക്കാർ ആശുപത്രി. അതുകൊണ്ടാണ് ചെറിയാൻ പറഞ്ഞത്, സ്വകാര്യ ആശുപത്രി പോയിട്ട് എൻ്റെ സുഖമായത് ഗവൺമെൻറ് പോകാൻ സുഖമില്ല. ഇനി ഒറ്റ കാര്യം പറയാനാണ് മൈക്ക് വാങ്ങിയത്. ബഷീർ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കിഡ്നി രോഗ വിദഗ്ധൻ
അദ്ദേഹം പറയുകയാണ് ഇന്നത്തെ റേറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ 30 ലക്ഷം എനിക്ക് ശമ്പളം കിട്ടും, 3 ലക്ഷത്തിന് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ന സാധനങ്ങൾ ഇവിടെ കമ്മിറ്റി ലിസ്റ്റ് കൊടുത്തതിൻ്റെ പേരിൽ ആ മനുഷ്യനെ പീഡിപ്പിച്ചത് കേരളം മുഴുവൻ കണ്ടതാണ്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇത് കൊണ്ടുവന്നത് അവരാണ്, അതിന് സമരം നടത്തി. ഇത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്താ, ജനറൽ ആശുപത്രി നിലനിർത്തണം. സ്ത്രീകളെയും കുട്ടികളെ ആശുപത്രി ഉണ്ട്, ജനറൽ ആശുപത്രി ഉണ്ട്, 800-ലധികം ബെഡുള്ള ആശുപത്രിയാണ്. അവിടെ തന്നെയാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് കല്ല് മാറ്റിയത്, ബോർഡ് മാറ്റിയത്. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ജനറൽ ആശുപത്രി വേണം, മെഡിക്കൽ കോളേജ് വേണം, ജനറൽ ആശുപത്രിയെ നശിപ്പിച്ചുകൊണ്ടല്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു. മറ്റൊന്ന് ഞങ്ങൾ സമരം നടത്തി. എന്തിനാ സമരം? അന്ന് ഉമ്മൻചാണ്ടി നാട്ടിലാകെ സമരം ഏറ്റുവാങ്ങി വരികയാണ്. എന്തിനായിരുന്നു? സരിതാ വിഷയം. നാട്ടിലാകെ കരിങ്കൊടി എന്താ, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. ആ സമരം ശരിയായിരുന്നു. 2, ആ മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് മാറ്റി, ജനറൽ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് കോഡ് കൊണ്ടുവന്നതിന്റെ ദുരന്തം ഇന്നും അനുഭവിക്കുകയാണ്, ഇന്നും അനുഭവിക്കുന്നു. മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. അതായത് നമ്മളിവിടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അന്ന് എന്തിനാ മന്ത്രിമാരെ തടഞ്ഞറിയോ? മാണി വരുന്നുകൊണ്ട് മാണിക്കോയ എന്ന് പറഞ്ഞിട്ടാണ്. ആ മാണിന്റെ CMP കേരള കോൺഗ്രസ് എന്ന് വരെ കൂടെയാണ്, അതിനാ തടഞ്ഞത്. അതാണ് നിൽക്കട്ടെ, അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മളിവിടുത്തെ ജനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ, മഞ്ചേരിയിൽ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ ഒരു ഫാമിലിയോടൊത്ത് ഒന്ന് ഉല്ലസിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കാൻ ഇവിടുത്തെ ഭരണസമിതി ആരോ ഒരു മുൻകൈ എടുത്തുകൊണ്ട് അങ്ങനെ വളരെ പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഭരണസമിതിയോ ഇനിയിപ്പോൾ ഭരണസമിതി എന്ന് പറയുന്നത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഞാനത് ഭരിക്കുന്ന ആളുകൾ മാത്രമല്ല പറയുന്നത്, ഇതൊക്കെ എല്ലാ കക്ഷികളും എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വം ഉള്ളതാണല്ലോ. അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ മുനിസിപ്പൽ? കെട്ടിടത്തിലാണല്ലോ ഈ കെട്ടിടം പൊളിച്ച്, ഈ ഓൾഡ് ബസ് സ്റ്റാൻഡ് പൊളിച്ച് ഇവിടെ ഈ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ ഇവർ കൊണ്ടുവന്നു കൗൺസിലിനകത്ത്. അന്ന് ഞാനാണ് ഒരു പ്രപ്പോസൽ വെച്ചത്. ഞങ്ങളുടെ കൂടിയാലോചനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രപ്പോസൽ വെച്ചു. എന്താ പ്രപ്പോസൽ അറിയോ? ഈ കെട്ടിടം നിൽക്കുന്നിടം ടൗൺ സ്ക്വയർ ആക്കണം. ചെടികൾ, ചെറിയ മരങ്ങൾ, ഇരിപ്പിടങ്ങൾ, സ്റ്റേജ്, ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ്, ഇവിടെ ഒരു നഗര ചത്വരമാക്കണം. ആ മേഖല ഉണ്ടല്ലോ, 2-2.5 ഏക്കറുണ്ട്, അത് ഇടിച്ച് പൊളിച്ച് അതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറ് പാർക്കിങ്ങിന് കൊടുക്കണം. ആ ഗ്രൗണ്ട് ലെവലിൽ ഈ മാർക്കറ്റ് നിലനിർത്തണം. അതിൻ്റെ മുകളിൽ ഷോപ്പിംഗ് മാൾ വരണം. അങ്ങനെ വന്നിരുന്നെങ്കിൽ മഞ്ചേരിക്കാർക്ക് ഇവിടെ വന്ന് കാറ്റുകൊണ്ട് സൗകര്യമായിട്ട് ഒന്ന് വിഹരിക്കാനുള്ളൊരു ഇടം കിട്ടുമായിരുന്നു. 1. 2, അന്ന് ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചത്, ആ കൗൺസിലിനകത്ത് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. എന്താ പറഞ്ഞത്? അങ്ങനെ വന്നാൽ മഞ്ചേരി നഗരം തന്നെ നമുക്ക് പച്ചപ്പണിയിക്കാം. അതിലിവരുടെ നേതാവ് പറഞ്ഞ മറുപടി എന്താ അറിയോ? അതിന് വക്കീലെ നിങ്ങൾ ബേജാറാകണ്ട, ഞങ്ങൾ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ബിൽഡിങ്ങിന് ഞങ്ങൾ പച്ച പെയിന്റ് അടിച്ചോളാം, അപ്പൊ പച്ചപ്പുണ്ടാവുമല്ലോ. ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ചരണിയില്. അവിടെ നേരത്തെ പറഞ്ഞ മൂപ്പരാണ് പശു കാളയൊക്കെയാണ് ഇപ്പൊ മേഞ്ഞ് നടക്കുന്നത്. ഒരു പാർക്ക് പോലും ഉണ്ടാക്കുക 8 വർഷം പോലും തുടർന്ന് വരും ഭരിക്കുന്നത്. ഒരു ന്യായമായി ഇതിന് ചുറ്റും ഒരു മരം വെച്ച് കോഴിക്കോട് മിഠായി തെരുവുള്ള മാതിരി ഇത് മനോഹരമായി ഒരു പൈതൃക കേന്ദ്രമാക്കണ്ട, പൈതൃക കേന്ദ്രമാക്കുക. ഇതിപ്പം വക്കീല് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കോംപ്ലക്സ് ആക്കണമെന്നാ. പക്ഷെ ഇത് തിരുമുൽപ്പാട് തമ്പുരാന് കൊടുക്കുമ്പോ ഇത് ബസ് പാർക്ക് ചെയ്യാൻ മാത്രം ഉപയോഗിക്കാവുന്ന മറ്റുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത് കോടതി കേസാണ്. ഇവിടെ ഈ മാർക്കറ്റ് അല്ല വേണ്ടത്, ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല, ഇത് ബസ് പാർക്ക് ചെയ്യാനും അതിന് ചുറ്റും മരം വെച്ചിട്ട് വക്കീൽ പറഞ്ഞു വന്നിരിക്കാനും പറ്റുന്ന ഒരു കേന്ദ്രമാക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ട് ഈ കേസ് തീരുന്നവരെ അതുകൊണ്ട് അത് കാത്തിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തപ്പോഴാണോ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായത്? 1951 മുതൽ ഈ കച്ചവടക്കാരുണ്ട്. ഇദ്ദേഹം പറഞ്ഞെന്താ പറയുക, പുറസ്വാവ് സുഹൃത്ത് പറഞ്ഞത് ഇവരൊക്കെ ഒഴിവാക്കി ടൗൺ സ്ക്വയർ ആക്കണം. 50ഓളം ആളുകളെ ഉപജീവനം വർഷങ്ങളായി നടത്തുന്നുണ്ട്. അവരൊക്കെ ഈ വികസനം എന്ന് പറഞ്ഞാൽ വെറും പാർക്കും സ്റ്റേഡിയം ജനങ്ങൾക്ക് അവരടിസ്ഥാനം ജോലിക്കും സാധ്യത അല്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമാണോ? അത് അവർക്ക് 50ഓളം ആളുകളെ കച്ചവടമൊക്കെ പൂട്ടി ടൗൺ സ്ക്വയർ ആക്കിയിട്ട് ഒരു സെമിനാർ നടത്തിക്കൂടെ? ടൗണിലൊരു പാർക്ക് വേണമെന്നുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ പറ്റുള്ള ഇന്ന് നിലനിൽക്കുന്നു. സാഹചര്യമുണ്ട്, ഒരു തർക്കവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന ഗവൺമെന്റ് കൂടി വിചാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇതാ പിന്നെ ഇവിടെ ചെർണി പാർക്ക് പറയട്ടെ ബാബു. ചെർണി പാർക്ക് UDF-ന്റെ കാലത്ത് അനിൽകുമാർ ടൂറിസം വകുപ്പിനുണ്ടാണ്. പിന്നെ ഇപ്പോൾ ഒരു പാർക്ക് പശുക്കൾ കയറണ്ടെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി മാലിന്യത്തിന്റെ തെളിവായിട്ട് കാണിച്ച 5
നായ്ക്കുട്ടികളവിടെ ഉണ്ട് എന്നുള്ളത്. മാലിന്യം കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഞാൻ നോക്കി മാലിന്യട്ടുണ്ട് നീ കുട്ടികളാ. നമ്മുടെ പിന്നെ ഭൂമിയുടെ അവകാശികൾ പറഞ്ഞിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ലേഖനമുണ്ട്. ഇത് ഭൂമിയാണ്. നായിനെ കൊല്ലാൻ പാടില്ല, ഞങ്ങൾക്കറിയോ? പട്ടിനെ കൊല്ലാൻ നിയമപരമായി തടസ്സമാണ്. ഇതാണോ മാലിന്യത്തിൻ്റെ തെളിവ്? അപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയാന്നുള്ളൂ ഇവർക്ക്. ഞാൻ പറയാനുള്ളത് ഇതിലേക്ക് പറയാനുള്ളത് ആ മാലിന്യക്കാരിയോ ഇവിടെ വേട്ടേക്കോടി പറഞ്ഞൊരു 16 വാർഡുണ്ട്. ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എവിടെ നിക്ഷേപിച്ചിട്ട് അവിടെ ഉള്ളപോലെ മുഴുവൻ വിസ്മൃതിയിലാക്കുന്നതല്ല. അവിടെ മാലിന്യം, അറിവ് മാലിന്യം, കക്കൂസ് മാലിന്യം എല്ലാം കൂടി ഒരു വാർഡിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അവിടെ നിന്നൊരു സമരസമിതി ഉണ്ടാക്കി, അതിനൊരു നേതാവ് ഉണ്ടായി. അയാൾ കൺവീനർ പോയിട്ട് അവിടെ സ്ഥാനാർത്ഥിയായി കേസ് ഹൈക്കോടതി പിൻവലിച്ചു. ഇത് ആരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു? പാവപ്പെട്ട ജനങ്ങളെ സമരരംഗത്തെ തള്ളിവിടുക, ഹൈക്കോടതി പോയി 2 കൂട്ടരുടെ ഒത്തുകൂടുക, എന്നിട്ട് അവിടെയുള്ള ആ കോളനി നിവാസികളെ ഇന്നും വളരെ ആ പട്ടിണിപ്പാവങ്ങളെ ബുദ്ധിമുട്ടാക്കിയ ഒറ്റ കാര്യം കൂടി ഈ സ്റ്റാൻഡിന്റെ കാര്യമാണ്. അത് നിങ്ങൾ ഇത് സമയം തന്നില്ലെങ്കിൽ ഇത് തിരുമുൽപ്പാടാണ് തമ്പുരാന കൊടുത്ത്. ഇതിന് പേരിടുമ്പോ കുരുക്കളെ പേരിട്ടു. കുരുക്കളോടൊക്കെ ഒരു വിയോജിപ്പില്ല. കുരുക്കൾ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്. പക്ഷെ ഇതിൽ തിരുമുൽപ്പാടിന്റെ പേരല്ലേ കൊടുക്കേണ്ടിയിരുന്നെന്ന് എനിക്ക് ചോദിക്കാറുള്ളത്. ഇതിന്റെ ബസ് പേക്ക് പോലും ആ തമ്പുരാന്റെ പേര് കൊടുത്തില്ല. അവരന്ന് ഇങ്ങനെ ഒരു പൊതു സ്വത്തായിട്ട് ഇത് പ്രഖ്യാപിച്ചു കൊടുത്തപ്പോൾ അവരോടുള്ള ഒരു സ്നേഹത്തിന്റെ മുകളിലെങ്കിലും ഇതിന് തിരുമുൽപ്പാടിന്റെ പേര് നൽകേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറഞ്ഞു. വേട്ടക്കോട് അത് നീക്കം ചെയ്തു, ഇത് നീക്കം ചെയ്തു. ഇവിടെ ഇത്രയും കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ, സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ നടന്നല്ലോ. ഈ BJP-ക്കാരെ എവിടെയെങ്കിലും കണ്ടുകണോ? ഇയാളെ പാർട്ടിനെ എവിടെയെങ്കിലും കണ്ടുകണോ? എവിടെയും കണ്ടിട്ടില്ല. ഇവരുടെ ആ വേട്ടക്കോടുള്ള മാലിന്യം ഇന്ന് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡംപിങ് സ്റ്റേഷനായിരുന്നു. അവിടുത്തെ ആളുകൾക്ക് താമസിക്കാൻ കൊള്ളാത്ത ഇടമായിരുന്നു. അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല സമരത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ മാലിന്യ കൂമ്പാരം അവിടുന്ന് പോയത്. മാത്രമല്ല സർക്കാർ കൊടുത്ത കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ടാണ് വർഷങ്ങളോളം അവിടെ ഡംപ് ചെയ്ത മാലിന്യങ്ങൾ ഇന്ന് അവിടെ രണ്ടാക്കെതിരെ ഞാൻ മറുപടി ഒരു ഒറ്റക്കുള്ളൂ. അപ്പൊ എനിക്ക് കുറച്ച് സമയം അധികം തരണം. രണ്ടാളും ഒന്നാണ്. അപ്പൊ മനസ്സിലായി. അതുകൊണ്ട് ഒരേ ആരോപണം ഞങ്ങൾ അതല്ല. ഈ തിരുമുൽപ്പാടിന്റെ പേരിടാതെ അഹമ്മദ് കുരുക്കളെ പേരിട്ടു. ബാബു അത് ഇന്നലെ ഇട്ടതല്ല. ഈ ഞാനും ഫിറോസുജൊക്കെ ജനിക്കുമ്പോഴേ അഹമ്മദ് കുരുക്കൾ സ്മാരക. പിന്നെ കുരുക്കളിന്റെ സുഹൃത്തേനു ആളെ 67 മരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ അവന്റെ സുഹൃത്താകാ? അഹമ്മദ് കുരുക്കളുടെ പേരിലാണെന്നുള്ളത്. അഹമ്മദ് മരിച്ചുപോയി. തിരുമുൽപ്പാടിന്റെ കോവിലകം ഇത് മാത്രമല്ല, മഞ്ചേരിയിൽ പല സേവനങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, 2 കുരുക്കന്മാർ കൊടുത്തിട്ടുണ്ട്, വെല്ലാഞ്ചരക്കാർ കൊടുത്തിട്ടുണ്ട്. കൊടുത്തുണ്ടാവും അവർ പേരിടേണ്ട സ്ഥലങ്ങൾ. ഇപ്പോൾ മഞ്ചേരിയിൽ 4 ബൈപ്പാസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്? ഞാനൊരു BJP-കാരനാണ്. വേട്ടേക്കോടാണ് എൻ്റെ പേര്. എൻ്റെ പേര് തുളസിദാസ് എന്നാണ്. അവിടെ വരെ സമരസമിതി ഇതിൻ്റെ കാര്യങ്ങൾ ആ കോളനി നിവാസികൾ വിളിക്കും. അവരെ മാത്രം വിളിച്ചിട്ട് പുറത്തത്തെ രാഷ്ട്രീയക്കാരെ വരെ വിളിക്കൂല. വിളിച്ചാൽ അവിടെ ഈ വിഷയം, അവിടെ ഈ കക്കൂസ് മാലിന്യത്തിൻ്റെ വിഷയം ഈ സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞെന്നറിയോ, അത് കേരള ഗവൺമെൻറ് ഭൗമ എന്ന് പറഞ്ഞ ഏജൻസി നടപ്പാക്കുന്ന കാര്യമാണ്. അത് കേരള സംസ്ഥാന ഗവൺമെൻറ് ഏജൻസിയാണ്. അത് ഫിറോസ് ബാബുവിനോടാണ് പറയുന്നത്. അവിടെ സമരസമിതിൻ്റെ ആളുകൾ അവർ മാത്രം ഞങ്ങൾ ചെന്ന് സംസാരിച്ചു. അതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമരത്തിന് ഞങ്ങൾ മുന്നിലിറങ്ങാന്ന് പറഞ്ഞതാണ് ഉബൈദിനോട്. മനോഹരുണ്ട് അവിടെ കുട്ടുണ്ട്, അവരവിടെ മുന്നിലിറങ്ങാണ്. ഈ ആളുകളെ വിഡ്ഢിയാക്കണ ഇവരെ പോലത്തെ ആളുകളാണ് അവിടെ ആ കോളനി നശിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ ഇനി അവിടെ ഇലക്ഷന്റെ പേര് വന്നപ്പോഴാണ് അവിടെ ഇലക്ഷൻ വന്നപ്പോഴാണ് ഇവർക്ക് അവിടെ സമരം ചെയ്യാൻ തോന്നിയത്. ആ കേസ് വരെ ഹൈക്കോടതി വിഡ്രോ ചെയ്തു. അവിടുത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കി. ശരി ഇവിടെ അവിടെ മാലിന്യ കേന്ദ്രം കൊണ്ടുപോയി നിക്ഷേപിച്ചത് വരാം. അതിനൊരു കഥയുണ്ട്. അപ്പോൾ ഈ മുസ്ലിം ലീഗ് ഇങ്ങനെ യോഗം കൂടുമ്പോൾ എല്ലാ മേഖലയും ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ പറഞ്ഞു ട്രഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ട്രഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ലീഗിൻ്റെ കൗൺസിലർ, വേട്ടക്കോട്ടത്തെ അന്നത്തെ കൗൺസിലർ പറഞ്ഞു ആ ഗ്രൗണ്ടിനെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന്. അയാൾക്ക് അറിയില്ല അത് ഏത് ഗ്രൗണ്ടാണെന്നുള്ളത്. അതൊക്കെ ട്രഞ്ചിങ് ഗ്രൗണ്ട് അതവിടെ കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ചു.
അവിടെ കൊണ്ടുപോയിട്ട് മഞ്ചേരിയിലെ മുഴുവൻ മാലിന്യവും പുറത്തുനിന്നുള്ള മാലിന്യവും ആ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ആ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നിക്ഷേപിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ സമരം നടത്തിയ ആ സമര പോരാളിയെ തന്നെയാണ് ഞങ്ങളിന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. അയാളെ ഞങ്ങൾ അവിടുന്ന് ജയിപ്പിച്ച് കൊണ്ടുവരുന്നത് ചെയ്യും. മറുപടി കിട്ടിയില്ലേ? മറുപടി ഇപ്പോൾ വേറൊന്നും കൂടെ, അയാൾക്കെതിരെ BJPൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സംസ്ഥാന നേതാക്കന്മാരാണ് പ്രചരണത്തിന് വരുന്നത്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ 15 സെൻറ്റ് സ്ഥലം, എൻ്റെ സ്വന്തം സ്ഥലം, ഞാൻ റോഡാക്കി ഞങ്ങൾ വെട്ടിയിറക്കി സ്ഥലം. ആ സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് താമസിക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അതിന് 6 മാസമായി ഞാൻ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങണം. ഞാൻ വിവരാവകാശത്തിന് വരെ പോയി, അതിന് വരെ മഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാർ മറുപടി തന്നിട്ടില്ല. മുകളിലത്തെ വീട്ടുകാരെ അഴുക്ക് വെള്ളം മുഴുവൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇട്ടുവെച്ച വീഡിയോ വരെ എൻ്റെ കയ്യിലുണ്ട്. എല്ലാ റെക്കോർഡും കൊടുത്തു. ഞങ്ങളെ സ്വന്തം 15 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വെട്ടിയിറക്കി, പൈസ കൊടുത്ത് ഇറക്കി ഈ സ്ഥലം ഇപ്പം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. യാതൊരു മറുപടി മഞ്ചേരി മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്നവർ തന്നിട്ടില്ല. അതിനും ഞങ്ങൾ പറഞ്ഞു ഒരു പേര്, ഞങ്ങളെ പേരിടണം, അതിനും ഇവർ സമ്മതിച്ചിട്ടില്ല. ഇത് ചെറിയാവുട്ടിയോ വലിയാവുട്ടിയാണെങ്കിൽ ഇവരെന്നോ പേരിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കുകയും ചെയ്തു. വ്യക്തമാണ്. അത് വ്യക്തിപരമാണ്. അത് വിവരാവകാശം നോക്കിയാൽ എനിക്ക് ആ വിഷയം അറിയില്ല. അത് വിവരാവകാശം കൊടുത്തതിന് മറുപടി കിട്ടും, ന്യായമാണെങ്കിൽ പരിഹാരം ഉണ്ടാവും. ചെയർപേഴ്സൻ്റെ വാർഡാണത്, അവിടെയുള്ള പ്രശ്നമാണ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയോടാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്ററുകളൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ വേട്ടേക്കോട് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത UDF-നാകട്ടെ നിങ്ങളുടെ വോട്ട് എന്നൊരു സാധനം കണ്ടു. അപ്പോൾ വളരെ കൗതുകത്തിൽ ആ വാർത്ത പരിശോധിച്ചപ്പോൾ അത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ നീക്കം ചെയ്തുകൊണ്ട് അത് മാലിന്യം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ള ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. അപ്പോൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ മാതൃകകൾ. ഇപ്പം മലപ്പുറത്തും അതിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ പദ്ധതിയിൽ മുനിസിപ്പാലിറ്റിക്ക് ഒരു പങ്കും ഇല്ല എന്നാണ് ഞാൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പങ്കുമില്ലാത്ത പദ്ധതി വരെ നിങ്ങൾ ഇതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോസ്റ്ററുകളാക്കി ഞങ്ങളുടെ പദ്ധതി എന്ന് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളിലുള്ള വിശ്വാസ്യത മഞ്ചേരിക്കാർക്ക് നഷ്ടപ്പെടുകയല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒന്ന്, അത് മനസ്സിലാക്കാതെ മുനിസിപ്പാലിറ്റിക്ക് പങ്കുണ്ട്. ലെഗസി മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി പ്രോജക്റ്റിൽ 3 കോടി രൂപ വെച്ച്, പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് തന്നെയാണല്ലോ കേന്ദ്രം കൊടുക്കുന്ന. സംസ്ഥാനം ഇപ്പോൾ PMAY പദ്ധതി 1.5 ലക്ഷം കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ്, 50,000 കേരള ഗവൺമെന്റിന്റെ ആണ്. അല്ല, ഇവിടുന്ന് നഗരസഭയ്ക്ക് കൊടുക്കണം വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന വീതം തന്നെയാണ്. 3 കോടി രൂപ ഒരു പൈസ ഇല്ലല്ലോ. തനത് വരുമാനം വെച്ച് ഏതാ മുനിസിപ്പാലിറ്റിക്ക് കൊണ്ടുള്ളത്? മുനിസിപ്പാലിറ്റിക്കുള്ള ഫണ്ട് എന്നാണ് സർക്കാർ തന്നെയാണ്. അല്ല, ജനങ്ങളെ നികുതി പണം, വാടക കിട്ടുന്ന പണം. അല്ല, ബാക്കി വിഷയത്തിലേക്ക് പോകല്ലേ. നമ്മൾ ഈ ഒരൊറ്റ കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. പറഞ്ഞല്ലോ, അത് UDF-ന്റെ പദ്ധതിയാണ്. ആ UDF-നാകട്ടെ നിങ്ങളുടെ വോട്ട് എന്നാണ് UDF-ന്റെ പോസ്റ്റർ. അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കുന്ന അതിൻ്റെ ചുമതലയുള്ള എഞ്ചിനീയർക്ക് ഇരിക്കാനുള്ള ഒരു കസേര മാത്രമാണ് മുനിസിപ്പാലിറ്റി അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് മുനിസിപ്പാലിറ്റി ചെയ്ത പദ്ധതി എന്ന് നിങ്ങൾ മഞ്ചേരിയിലെ ജനതയോട് പറയുക? അതിന് നിങ്ങൾ മഞ്ചേരിയിലെ ജനതയോട് ക്ഷമ ചോദിക്കുകയാണ് വേണ്ടത്. ഒന്ന്, അങ്ങനെ ഒരു എഞ്ചിനീയർ മുനിസിപ്പാലിറ്റി ഇരിക്കണം ഞാൻ കണ്ടിട്ടില്ല. 5 കൊല്ലമായിട്ട് അങ്ങനെ ഒരു കസേരി ഒരു എഞ്ചിനീയറും ഇല്ല. ഇല്ല. അതായത് നിങ്ങൾ ചിരിക്കണ്ട. 3 കോടി രൂപ പദ്ധതിയിൽ വെച്ചിട്ട് ലെഗസി മാലിന്യം നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തന്നെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ചെയ്തത്. അതെന്താ സംശയം? അത് ഇംപ്ലിമെന്റ് ചെയ്ത നഗരസഭയാണ്. നഗരസഭയ്ക്ക് കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളല്ലാത്ത ഫണ്ട് ഏതാ ഉള്ളത്? ജനങ്ങൾ കൊടുക്കുന്ന നികുതി, ഇതുപോലുള്ള കെട്ടിടങ്ങളുടെ വാടക, അത് ഉറപ്പല്ലേ? സംസ്ഥാന സർക്കാരിന് ഫണ്ട് കൊടുക്കുന്ന കേന്ദ്ര വിഹിതം, അതുപോലെ തന്നെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി, എല്ലാ ഏജൻസികൾക്കും അങ്ങനെ തന്നെയാണ്. ആ വരുന്ന ഫണ്ട് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് ആലോചിക്കണം നഗരസഭ തന്നെയാണ്. അതിന് രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കണ്ട. അത് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയി വന്നിട്ട് ചില ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചിട്ട് അതിനായിട്ട് വേഷം കെട്ടി വന്നിട്ട് അതാണ് കാര്യം. അതൊന്നും കാര്യമല്ല. ലെഗസി ആ പദ്ധതി ഉണ്ട് അവിടെ. അങ്ങനെ ഒരു എഞ്ചിനീയർ അവിടെ അല്ല. എഞ്ചിനീയർക്ക് കസേര കൊടുത്തു അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കൗൺസിലറാണ്. ഇതൊക്കെ പ്രീ പ്ലാൻഡ് മനുഷ്യൻ കാണൂലേ? മെരക്കാണോ ഇയാള് എഞ്ചിനീയർ? അതോ ജിന്നാണോ? മായാവിയാണോ? ബസ് സ്റ്റാൻഡ് ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞിട്ട് ഫാമിലിക്ക് വന്ന് ഇവിടെ ഒന്ന് ഇരുന്ന് താമസിച്ച് പോവാന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഇത് തുടങ്ങും വിചാരിച്ചിട്ട് 10 മണിക്കൂടെ എത്തിയാളോട് തുടങ്ങിയത് 12 മണിക്കാണ്. ഞാൻ മൂത്രയിക്കാൻ പോയത് സിറ്റിയേറ്റ് ഹോട്ടലിലാണ്. ഈ വരുന്ന ഫാമിലി ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു.
ഒരു ലേഡീസിന് ഇവിടെ മൂത്രയ്ക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, നിങ്ങളൊക്കെ എവിടെ മൂത്രയ്ക്കാൻ പോവുക? ഏതെങ്കിലും ഹോട്ടലിൽ പോകണം, ഏതെങ്കിലും സ്വകാര്യ കടകളിൽ പോകണ്ടേ? ഇവിടെ എന്താ ഉള്ളത്? ഒരു മൂത്രയ്ക്കാൻ ഒരു ബാത്റൂം ഉണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ ഈ ഫാമിലി വരുമ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഈ ബസ് സ്റ്റാൻഡൊക്കെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ആൾക്ക് കടയിലും ചോദിച്ചു, അല്ല ഇവിടെ മൂത്രയ്ക്ക് സൗകര്യം ഉണ്ടോ? ഇപ്പോൾ അതൊന്നും റെഡി ആയില്ല. എവിടെ പോകും? അത് ഈ രണ്ട് ആൾക്കാരൊന്ന് ഉത്തരം പറയണം. സ്റ്റേഷൻ്റെ കാര്യമാണ്, കംഫർട്ട് സ്റ്റേഷൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമുക്കറിയാം, ഇതിൻ്റെ ഉദ്ഘാടനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ നടക്കും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വളരെ ന്യായമായൊരു കാര്യമാണ്, നഗരസഭയിലെ പദ്ധതിയിലുള്ള കാര്യമാണ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് ഒരുപാട് ഫിനിഷിങ് കാര്യങ്ങൾ ഇനിയും നടക്കാണ്ട്. പല റൂം ഒക്യുപ്പൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല കടകൾ. അദ്ദേഹം പറഞ്ഞ കാര്യം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉദ്ഘാടനം നടത്തുന്ന വാണിയാണ് തറക്കല്ലിട്ടാണ്ട് ഉദ്ഘാടനം. അങ്ങനല്ല. ഇപ്പൊ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പോണിന് മുമ്പ് തലയ്ക്ക് കൊഴിഞ്ഞാടി ഒരു സാധനം. മുഖ്യമന്ത്രി പോണിന് മുമ്പ് തലയ്ക്ക് കൊഴിഞ്ഞാടി ഉദ്ഘാടന മഹാമക. ഇതല്ല, കെട്ടിട ഉദ്ഘാടനം ആയിട്ടുണ്ട്. കെട്ടിടം അവിടെ ഉദ്ഘാടനം ചെയ്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഒരു വികസനം 100% പൂർത്തിയായി ഒരിക്കലും ആവണില്ല, ഘട്ടം ഘട്ടമാണ്. ഇത് പ്രോജക്റ്റിലുള്ളതാണ് ഈ പറഞ്ഞ ടോയ്ലറ്റ്. അദ്ദേഹം പറഞ്ഞ വളരെ ന്യായമാണ്, ആവശ്യമാണ്. നമ്മുടെ രാഷ്ട്രീയ ഇവിടെ മാത്രമല്ല, മഞ്ചേരി അങ്ങാടിയിൽ വന്നാൽ മൂത്രം വയ്ക്കണമെങ്കിൽ തൃക്കലങ്കോട് പഞ്ചായത്ത് പോകണം, അല്ലെങ്കിൽ മലപ്പുറം റോഡിലുള്ള ആനക്കായ പഞ്ചായത്ത് ഞങ്ങൾ മറുപടി പറയണ്ടേ, അല്ലെങ്കിൽ ചർച്ചക്കാരില്ല. ഫിറോസ് ബാബുവിന്റെ വീടിന്റെ അപ്പുറം 3 കിലോമീറ്റർ പോയാലാണ് അവിടെ ടേക്ക് എ ബ്രേക്ക്, മൂത്രയിക്കാനും ഇരിക്കാനും. ഇപ്പുറത്ത് പോയാൽ മുനിസിപ്പാലിറ്റിയുടെ ടേക്ക് എ ബ്രേക്ക് മുനിസിപ്പാലിറ്റി സ്ഥലത്താണ്. മുനിസിപ്പാലിറ്റി റവന്യൂ സ്ഥലത്തുണ്ടാക്കിയ എപ്പോഴും കാണാൻ ചെയ്ത അവിടെ കണ്ട്. ഇവിടെ ഇല്ലാന്നുള്ളൂ, എവിടെ ഇല്ലാന്ന് പറയണ്ട. ഞങ്ങൾക്ക് തുറക്കലില്ലാന്നുള്ളൂ. നമുക്ക് നമ്മൾ വിഷയത്തിലേക്ക് പോകണ്ട. നമ്മൾ ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റി ഇതുവഴി ഒരു റെയിൽവേ ആക്സസ്, ഒരു റെയിൽവേ ലൈൻ ഫറോക്ക് ടു നിലമ്പൂർക്ക് ഇതിൽ റെയിൽവേ ലൈൻ പദ്ധതി ഉണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റി ഒറ്റ നടപ്പാക്കാൻ കഴിയുന്നല്ല. ആ റെയിൽവേ ആക്സസ് മാർഗം അതിനു വേണ്ടി എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് ഈ മുനിസിപ്പാലിറ്റി ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ സജഷൻ ഉണ്ടായിരുന്നു ഫറോക്ക് ടു മഞ്ചേരി ഈ പ്രാന്ത പ്രദേശങ്ങൾ ടച്ച് ചെയ്ത് തിരുവാലി വഴി നിലമ്പൂര്, അത് പിന്നെ മൈസൂർ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന പദ്ധതി. അതിന്റെ GM വെപ്പിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു സജഷൻ തന്നാൽ അത് കേന്ദ്ര തലത്തിലെത്തി നടപ്പാക്കാനുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ വഴി ഉണ്ടാവും അറിയിക്കാൻ ഞാൻ തയ്യാറാണ്. മമതാ ബാനർജി റെയിൽവേ മന്ത്രി ആവുമ്പോൾ, മഞ്ചേരിയിലെ MP ആയിരുന്ന സഹമന്ത്രി സഹമന്ത്രി ആവുമ്പോൾ ഇവിടെ ചെന്നൈയിലുള്ള നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അല്ല പറട്ടെ, നടക്കാൻ അവർ മരിച്ചു നടന്നതാ പറയണേ. എങ്ങനെ അത് ഇല്ലാതായിന്നാ പറയണേ. ഇവിടെ മഞ്ചേരി ഇതിൽ ഇദ്ദേഹം പറഞ്ഞ ചെന്നൈ വഴി പോകണം. ചെന്നൈയിലുള്ള ആൾക്കാരുണ്ടാവും, അവിടെ വരെ സർവേ ചെയ്ത് ആ സ്പോട്ടൊക്കെ ഫിക്സ് ചെയ്ത് പോയതാ. പിന്നീട് വന്ന ഈ NDA ഗവൺമെന്റ് അത് മരവിപ്പിച്ചു. പുതിയത് പോട്ടെ, ഉള്ള റെയിൽവേ തന്നെ എങ്ങനെ നെക്കിക്കൊല്ലാന്നാണ് അവർ നോക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അധികാരം കിട്ടുന്ന, എല്ലാവരും പ്രതീക്ഷിക്കുന്ന അധികാരം, നിങ്ങൾ മുന്നണിക്ക് അധികാരം കിട്ടുന്നതാണ്. താങ്കൾക്ക് വീണ്ടും നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്, വളരെ ചുരുക്കിയിട്ട് പറയണം, എന്താണ് നിങ്ങൾ ഒരു പുതിയതായിട്ട് എന്തൊരു പദ്ധതി പറഞ്ഞ കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? UDF ഒന്നും അടിസ്ഥാന വികസനത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ ഭരണസമിതി തുടങ്ങി വെച്ച വികസന പ്രവർത്തനം പൂർത്തീകരിക്കും. അതുപോലെ തന്നെ ഞാൻ 2 മിനിറ്റ് സമയം തരണം. നിങ്ങൾ ചോദ്യത്തിന് മറുപടി കിട്ടണ്ടേ? അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, വീടില്ലാത്ത ആളുകൾ, സ്ഥലവും വീടില്ലാത്ത ആളുകൾക്ക് അതിനാണ് ഞങ്ങളുടെ മുൻഗണന. അതിൻ്റെ ഘട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സ്ഥലം വാങ്ങി വീട് കൊടുക്കുന്ന പദ്ധതി നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം, EMS ഭവന പദ്ധതി. കേരളത്തിൽ നിങ്ങൾ സൈറ്റ് എടുത്ത് നോക്കി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ EMS ഭവന പദ്ധതി നടപ്പിലാക്കിയ നഗരസഭ മഞ്ചേരിയാണ്. മഞ്ചേരി കുട്ടിപ്പാറയിൽ പ്രത്യേക സ്ഥലത്തവിടെ പോയ ഒരു കോളനി തന്നെ ഉണ്ട്. അവിടെ ഒരു രാഷ്ട്രീയ വിരോധം വികസനത്തെ നമ്മൾ കാണിക്കാൻ പാടില്ല. രണ്ടാമത് ഈ പറഞ്ഞ ഭൗതിക സൗകര്യങ്ങൾ, മഞ്ചേരി നഗരസഭയുടെ ഭൗതിക സൗകര്യങ്ങൾ തുടങ്ങി വെച്ചതും ഇത് ഇനിയുള്ള കാര്യങ്ങൾക്കും ഞങ്ങൾ മുൻകൈ എടുക്കും. ഇപ്പോൾ 6 സ്റ്റേഡിയം ഞങ്ങൾ തുടങ്ങി. അതുപോലെ എല്ലാ പ്രദേശങ്ങളിലും ചെറുപ്പക്കാരുടെ കായികക്ഷമതയും മറ്റുമായി ബന്ധപ്പെട്ട് മിനി സ്റ്റേഡിയങ്ങൾ കൊണ്ടുവരാൻ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഹബ്ബ്, ഇപ്പോൾ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, അത് മുകളിൽ കോൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങളെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, മഞ്ചേരിയിൽ ഇന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ISO അംഗീകാരം കിട്ടിയ 2 നഗരസഭ മലപ്പുറം ജില്ലയുള്ളൂ. ഒന്ന് പെരിന്തൽമണ്ണ, ഒന്ന് മഞ്ചേരിയാണ്. അതൊക്കെ ഈ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ്, ഇതൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ടാണ്. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ പറയേണ്ടതുണ്ട്. ഒരു തെറ്റിദ്ധാരണ ഈ ഒന്ന് വീട്, സ്ഥലവും വീടില്ലാത്തവർക്ക് വീട് നൽകും. പിന്നെ തൊഴിൽ പദ്ധതികൾ, അഭ്യസ്ത പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള ന്യൂ ടെക്നോളജി ആസ്പദമാക്കിയുള്ള തൊഴിൽ സംരംഭങ്ങൾ
കൊണ്ടുവരും. ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് പോലെയുള്ള ഒരു ഹബ്ബ് മഞ്ചേരി നഗരസഭയിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടാക്കും. അതുപോലെ തന്നെ സ്പോർട്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ തുടങ്ങി വെച്ച സ്ഥലങ്ങളിൽ തുടർന്ന് വരുന്നത് അവിടെ വെറും ഒരു സ്റ്റേഡിയം എന്നല്ല, ഒരു പുതിയ കൺസെപ്റ്റിൽ അതിലൊരു ഓപ്പൺ ജിമ്മ്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകൾ, അതുപോലെയുള്ള പാത്ത് വേ തുടങ്ങിയുള്ള സംരംഭങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തും. ഓക്കെ എന്താണ് LDF ഇവിടെ കിട്ടുകയാണെങ്കിൽ ഇത്രയും കൊല്ലം ഭരിച്ചിട്ട് നടത്താത്തതാണ് ഇനി ഞങ്ങൾക്ക് കിട്ടിയ നടത്തുമെന്ന് പറഞ്ഞത്. അതിലുള്ള വിരോധാഭാസം എത്രയാണെന്നുള്ളത് നാട്ടുകാർക്ക് അറിയാം. ഇത്രയും വർഷം കിട്ടിയിട്ടും ഒരു ചുക്കും ചെയ്യാത്തെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ചെയ്യാത്ത UDF ആണ്. ഇനി ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ സ്വർഗ്ഗലോകം തീർക്കുന്നു. ആരാ വിശ്വസിക്കുക? ഇവിടെ ഞങ്ങൾ തീർത്തിട്ടുള്ള ഇടതുപക്ഷം ഭരിച്ചപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് കാണുന്നതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഞങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾ ആ പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. രാത്രി യാത്രാ പ്രശ്നം, ജനറൽ ആശുപത്രി വിഷയം പരിഹാരം കാണും. ജനറൽ ആശുപത്രി പ്രശ്നം പരിഹാരം കാണും. ഇവിടെ ആളുകൾക്ക് തൊഴിൽ, ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അങ്ങനെ ആ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കും. ജനങ്ങൾക്ക് ഉല്ലാസത്തിനും വിനോദത്തിനും ആവശ്യമായിട്ടുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കും. പാർപ്പിട പ്രശ്നത്തിന് സമ്പൂർണ്ണ പരിഹാരം കാണും. വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും കൊടുക്കുന്ന പദ്ധതി, വീട് റിപ്പയറിങ്ങിനുള്ള പദ്ധതി, കായിക പരിശീലനത്തിനുള്ള പരിപാടി. മഞ്ചേരി മുനിസിപ്പാലിറ്റിക്കകത്ത് ഇന്ന് ഉള്ള ആകെ ലൈബ്രറികളുടെ എണ്ണം 8ആണ്. ക്ലബ്ബുകൾക്കും മറ്റും പത്രമാസികകൾ കൊടുക്കുന്നത് നിർത്തിവെച്ചു. ഇവിടെ സാംസ്കാരിക മേഖല അധപ്പതിച്ചിരിക്കുന്നു. ആ സാംസ്കാരിക കലാ മേഖലകളെ പരിപോഷിപ്പിക്കും. അന്യം നിൽക്കുന്ന കലകളെ പരിപോഷിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരും. വിദ്യാഭ്യാസ മേഖല, സ്കൂൾ കെട്ടിടം സ്വന്തമായിട്ടില്ലാത്തിടങ്ങൾക്ക് സ്ഥലം വാങ്ങി സ്കൂൾ കെട്ടിടം പണിയും. ശുദ്ധജല വിതരണത്തിന് എവിടെയെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കും. റോഡുകൾ, ഗതാഗതത്തിന് പ്രശ്നമുള്ള മേഖലകളിൽ അദ്ദേഹം പറഞ്ഞ അടക്കം ഈ ഹാങ്കർ എനിക്ക് സമയം തന്നില്ല. മറ്റൊന്ന് എനിക്ക് സമയം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു പാലക്കാട് മുനിസിപ്പാലിറ്റി. അത് എക്സാമ്പിൾ പറയാം. ചോദിച്ച ചോദ്യം അധികാരം കിട്ടുകയാണെങ്കിൽ എന്താണ് ചുരുക്കി പറയണം. PM3 പദ്ധതി ഉൾപ്പെടുത്തി ബോയ്സ് ഓർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരു മാതൃകാ വിദ്യാലയമാക്കി മാറ്റും. പിന്നെ ഇവിടുത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച റെയിൽവേ പദ്ധതി, മുനിസിപ്പാലിറ്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെയിൽവേ പദ്ധതി കൊണ്ടുവരും. പ്രധാനമന്ത്രി ആവാസ് യോജന, അമൃത് പദ്ധതി, ഒറ്റയാളും വീടില്ലാത്ത പദ്ധതി ഇവിടെ നടപ്പാക്കും. നിങ്ങളിങ്ങനെ ആക്കണ്ട. നിങ്ങൾക്ക് ഇത് കേട്ടാൽ അത്ഭുതപ്പെടൂ. കാരണം നിങ്ങൾക്ക് UDFൻ്റെ LDFൻ്റെ ഇപ്പോൾ നടന്നേ അറിയുള്ളൂ. മറ്റൊരു പദ്ധതി ഇവിടെ കുടിവെള്ളം, ജൽജീവൻ മിഷൻ എല്ലാവർക്കും, നിങ്ങളെ വീട്ടിൽ കൊണ്ട് എല്ലാവരുടെ വീട്ടിലും കുടിവെള്ളത്തിൻ്റെ ടാപ്പ് നിങ്ങളെ വീട്ടിൽ കുടിവെള്ളം കിട്ടില്ല ഞങ്ങൾ ചോദിച്ചോളൂ. നേരിട്ട് കേന്ദ്ര പദ്ധതി കൊണ്ടുവരും. പിന്നെ ഈ മേൽപ്പാലങ്ങൾ കൊണ്ടുവന്ന് കേന്ദ്ര പദ്ധതി, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ ഫണ്ട് വെച്ച് മേൽപ്പാലങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ റോഡ് സൗകര്യം കൊണ്ടുവരും. KSRTCക്ക് ഒരു ഡിപ്പോ ഇവിടെ അനുവദിക്കും. അതുപോലെ രാത്രികാല വാഹന സർവീസ് തുടങ്ങുന്നതിന് മുനിസിപ്പാലിറ്റി അതിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ മാർഗം ചെയ്യും. ഒരു പ്രാവശ്യം ഉപേന്ദ്രൻ ഡിവിഷനിൽ ഉപേന്ദ്രൻ മത്സരിച്ച് അവിടെ സ്ട്രീറ്റ് ലൈറ്റ്, അവിടെ റോഡ് കാര്യങ്ങളൊക്കെ നടപ്പാക്കിയ കൗൺസിലറാ. മേലാക്കൻ ഡിവിഷനിൽ അത് നടപ്പാക്കി വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത് നമ്മളെ വക്കീലിനും എന്റെ ഭരണം കിട്ടണം എന്നുണ്ടെങ്കിൽ 27 കൗൺസിലർമാർ വേണം. ആ 27 കൗൺസിലർമാർ വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 27 വാർഡുകളിൽ മത്സരിക്കണ്ടേ? ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഗോൾഡ് കേരള വിഷന്റെ നാട്ടുപോര് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിന്റെ തിരഞ്ഞെടുപ്പുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.